മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ബികോമിന്റെ ഒരു സ്പെഷ്യലൈസേഷൻ സബ്ജക്റ്റ് ആണ് 6th സെമ്മിലെ. അപ്പോൾ ഇതിൽ സിലബസ് വന്നിട്ട് 5 മൊഡ്യൂളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് സ്ട്രക്ചർ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഓഫ് കോപ്പറേറ്റീവ്സ്, കോപ്പറേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ ഇതിൽ ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൂടെ കയ്യിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും, കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളിലോട്ട് പോവാം. കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടേമിനകത്ത് 2 വേർഡ്സ് ആണ് ഉള്ളത്, കോപ്പറേറ്റീവ് ആൻഡ് മാനേജ്മെന്റ് അല്ലേ. അപ്പോൾ അതിൽ ആ 2 എണ്ണത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ട്. കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്. അപ്പൊ അതിൽ ആദ്യം കോപ്പറേറ്റീവ്, ഒരു കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പോ, അല്ലെങ്കിൽ ഒരു കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനോ, അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഒരു കോപ്പറേറ്റീവ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഇക്കണോമിക് യൂണിറ്റ്സ് ആണ്. അതായത് സ്വമേധയാൽ നമ്മൾ എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യിപ്പിക്കുന്ന എക്കണോമിക് യൂണിറ്റ്സ്. മേ ബി അതെന്താവാം, ഇക്കണോമിക് യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് മെമ്പേഴ്സ് ആയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ വേറെ ഫോം ഓഫ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, അസോസിയേഷൻ ഓഫ് പേഴ്സൺസോ, അങ്ങനെയുള്ള എക്കണോമിക് യൂണിറ്റ്സ് സ്വമേധയാൽ അവരായിട്ട് ഉണ്ടാക്കുന്ന ഒരു ബോഡി ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ കോപ്പറേറ്റീവ് സ്ഥാപനം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്, ക്യാപിറ്റലൈസ്ഡ് ആൻഡ് റൺ ബൈ ഫോർ ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം അതിന്റെ മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവരാണ് അതിനെ എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. അതായത് അതിനുവേണ്ട ഫണ്ട് മെമ്പർഷിപ്പ് ഫീയിലൂടെ അവർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അവർ തന്നെയാണ് അത് റണ്ണ് ചെയ്യുകയും ചെയ്യുന്നത്. ആൻഡ് പ്രൊവൈഡിങ് ആൻഡ് ഓഫ് മാർക്കറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ കോസ്റ്റ് ടു കോസ്റ്റ് ബേസിസ് ടു ദെയർ മെമ്പേഴ്സ്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് സാധനങ്ങളോ സേവനങ്ങളോ അതിന്റെ മെമ്പേഴ്സിന് കോസ്റ്റ് ടു കോസ്റ്റ് ബേസിസ്, അതായത് പ്രോഫിറ്റ് എന്നുള്ളതല്ല നമ്മുടെ ഇവിടുത്തെ ചീഫ് എയിം എന്ന് പറയുന്നത്. അതിന് പകരം കോസ്റ്റ് ടു കോസ്റ്റ് ബേസിസിൽ നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ ഈ മെമ്പേഴ്സിന് എന്ത് ചെയ്യാണ്, പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ദ ചീഫ് എയിം അണ്ടർലൈങ് ദ ഓർഗനൈസേഷൻ ഓഫ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ അഡ്വാൻസ്മെന്റ് ഓഫ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഇങ്ങനത്തെ ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ മെമ്പേഴ്സിന്റെ സാമ്പത്തിക ഇൻട്രസ്റ്റ്, എക്കണോമിക് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുക, അഡ്വാൻസ് ചെയ്യുക, അവരെ സംരക്ഷിക്കുക. അത് തന്നെയാണ് ഉദ്ദേശം. ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ഓഫ് സ്മോൾ പ്രൊഡ്യൂസേഴ്സ്. ഓക്കെ. അതായത് ഇതിന് പുറമെ ആദ്യത്തെ എന്ന് പറയുന്നത് അതിന്റെ മെമ്പേഴ്സിന് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലുള്ള പ്രൊഡ്യൂസേഴ്സ്, ഇപ്പൊ ഫാമേഴ്സ് ആണെങ്കിൽ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഒരു ഫാമേഴ്സിന്റെ ഗ്രൂപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വീവേഴ്സ് സൊസൈറ്റി ആണെങ്കിൽ വീവേഴ്സ് ആയിക്കോട്ടെ, ആ സ്മോൾ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പ്രൊഡ്യൂസേഴ്സിന്റെ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്, അതായത് അവരെന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അവരെ പര്യാപ്തരാക്കുക എന്നുള്ളതാണ് വേറൊരു എയിം. ഓക്കെ. ആൻഡ് ബൈ മേക്കിംഗ് അപ്പ് ദ ഇക്കണോമിക് ഡെഫിഷ്യൻസി ത്രൂ പൂളിംഗ് ഓഫ് റിസോഴ്സസ് ആൻഡ് ദസ് ബ്രിങ്ങിങ് ടു ദം ദ ഇക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഇതെങ്ങനെയാണ് അവർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്കണോമിക്, അതായത് ഇവർക്ക് എന്തായാലും ഒരു ഇക്കണോമിക് ഡെഫിഷ്യൻസി വരുമല്ലോ, ചെറിയൊരു രീതിയിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ ചെറിയൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്കണോമിക് ഡെഫിഷ്യൻസി വരും. ആ ഡെഫിഷ്യൻസിനെ എങ്ങനെയാണ് ഇല്ലാതാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സസിനെ പൂൾ ചെയ്തിട്ടാണ്. ഓക്കെ. അതായത് ഇവരിൽ നിന്നും ചെറിയ രീതിക്ക് റിസോഴ്സസ് കളക്ട് ചെയ്തിട്ട് ആവശ്യം വരുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ള രീതിക്ക് അതിനെന്ത് ചെയ്യുക, കൊടുക്കുക എന്നുള്ളത്. അതിന് പുറമെ ഇവര് ഒറ്റയ്ക്ക് ചെയ്ത് വിൽക്കുന്നതും അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്നതിനും ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് പകരം ഇവർ ഒന്നിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്കെയിൽ, ഒന്നിച്ചുള്ള ആ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് ഒരുപാട് എക്കണോമീസ് ഉണ്ട്. കോസ്റ്റ് കുറയുന്നതായിക്കോട്ടെ, മാർക്കറ്റിംഗിന്റെ കോസ്റ്റ് കുറയും, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയും, അങ്ങനെ ഒരുപാട് നന്മകളുണ്ട്. അതിന്റെ എക്കണോമീസ് ഇവർക്ക് എന്ത് ചെയ്യും, കിട്ടുകയും ചെയ്യുന്നു. ഇൻ ഷോർട്ട്, ഒരു കോപ്പറേറ്റീവ് സ്ഥാപനം എന്ന് പറയുന്നത് അതിന്റെ മെമ്പേഴ്സിന്റെ ഇക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. ഓക്കെ. അതായത് അത് പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ കാര്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ.
ദെൻ കോപ്പറേഷൻ്റെ യുണീക്നെസ് എന്താണ്, എന്തുകൊണ്ട് കോപ്പറേഷന് നമ്മൾ ഇത്രയും പ്രത്യേകതയായിട്ട് പറയുന്നു, എന്താണ് അതിന് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഫോം ഓഫ് ഓർഗനൈസേഷൻസിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് കോപ്പറേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രിൻസിപ്പിൾ, അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു മോട്ടോ എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. ഓക്കെ, അതിനോടൊപ്പം തന്നെ അബോളിഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് സർവീസ് എബോവ് സെൽഫ്. ഓക്കെ, അതായത് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന്, ഒരു ചെറിയ ഗ്രൂപ്പ് ഒരേ കാര്യം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഒന്നിച്ച് നിൽക്കുകയും അതിലൂടെ എല്ലാവരുമുണ്ട്. ഓക്കെ, ഓൾ ഫോർ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഓക്കെ, എല്ലാവരും ഉണ്ട്. അതേമാതിരി നമുക്ക് വേണ്ട കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, കിട്ടുകയും ചെയ്യുന്നു. അതാണ് സെൽഫ് ഹെൽപ്പ്. നമ്മൾ ആ ഗ്രൂപ്പിന് വേണ്ടി എക്സിസ്റ്റ് ചെയ്യുന്നു, ഗ്രൂപ്പ് നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമുക്കും ചില സേവനങ്ങൾ തരുന്നു. ഓക്കെ, ആ പ്രിൻസിപ്പിൾ മേൽ വർക്ക് ചെയ്യുന്നതാണ്. അതിനേക്കാളും കൂടുതലും അബോളിഷൻ ഓഫ് പ്രോഫിറ്റ് എന്നുള്ള ടേം എന്ന് പറയുന്നത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, സ്ട്രെസ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ ഇവിടെ സർവീസ് ആണ്, സർവീസ് എബോവ് സെൽഫ്. നമ്മുടെ സെൽഫ് എന്നുള്ള കോൺസെപ്റ്റിനേക്കാളും അവനവൻ എന്നുള്ള കോൺസെപ്റ്റിനേക്കാളും നമ്മളിവിടെ സേവനത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് കോർപ്പറേഷന് മറ്റുള്ള ഫോം ഓഫ് ഓർഗനൈസേഷൻസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ കോർപ്പറേഷൻ ഇൻഡിവിജ്വൽ ഫ്രീഡം ഒക്കുപ്പൈസ് വെരി ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ. ഓക്കെ, അതായത് കോർപ്പറേഷനിൽ പ്രധാനമായിട്ടും വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ഉണ്ട്. ആരും നമ്മളെ എന്താ പറയുക, ഫോഴ്സ് ചെയ്തുകൊണ്ട് ഇന്നൊരു കോർപ്പറേറ്റീവ് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യൂ എന്ന് പറയില്ല. ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ. സ്വമേധയാ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം, പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കോർപ്പറേഷൻ. ദെൻ the principle of voluntary association and democratic management are the guidelines for the cooperative movement. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ അതിനെ നയിക്കുന്ന കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ് വോളണ്ടറി അസോസിയേഷൻ മീൻസ് സ്വമേധയാ അതെന്ത് ചെയ്യണം, ചേരുന്ന ആളുകളുടെ ഒരു കൂട്ടം. ആൻഡ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മാനേജ്മെന്റ്. ഇപ്പോൾ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളവിടെ വോട്ടിംഗ് അവകാശം എന്ന് പറയുന്നത് 1 ഷെയർ 1 വോട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എത്ര ഷെയർ ആയാലും എന്ത് ഹോൾഡ് ചെയ്താലും 1 man 1 വോട്ട് എന്നാണ് ഇവിടുത്തെ നമ്മുടെ കോർപ്പറേഷന്റെ ഇതെന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ജനങ്ങൾ, അതായത് ഈ മെമ്പേഴ്സ് എലക്ട് ചെയ്യുന്ന ജനറൽ ബോഡിയിലൂടെ അവർ എലക്ട് ചെയ്യുന്ന മാനേജിങ് കമ്മിറ്റിയാണ് ഈ കോർപ്പറേറ്റീവിനെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുവന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെയാണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ്, കോർപ്പറേഷൻ എലിമിനേറ്റ്സ് ദ എംപ്ലോയേഴ്സ് ആൻഡ് പ്രൊവൈഡ്സ് ഇൻഡിപെൻഡൻസ് ടു ദ വർക്കേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ കോൺസെപ്റ്റ്, ഈ ഒരു കോർപ്പറേഷൻ എന്നുള്ള കോൺസെപ്റ്റിനകത്ത് എംപ്ലോയർ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ഇവിടെ മെമ്പേഴ്സ് ആണ് അവിടെ എല്ലാം. ഓക്കെ, ആൻഡ് അവർ വന്നിട്ട് ഈ എംപ്ലോയേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിലെ വർക്കേഴ്സിന് എന്തുണ്ട്, ഇൻഡിപെൻഡൻസ് ഉണ്ട്, സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാം എന്നുള്ളതും ഒരു വിഷയമാണ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ പോയിന്റ്, എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇസ് എ യൂണിയൻ ഓഫ് വീക്ക് ആൻഡ് നീഡി ഇൻഡിവിജ്വൽ ഹു ഹാവ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഹാസ് 1 vote irrespective of number of shares held by him. ഓൾറെഡി നമ്മൾ ഡെമോക്രാറ്റിക് മാനേജ്മെന്റിൽ പറഞ്ഞത് തന്നെയാണ്, ആവശ്യമുള്ള അതേപോലെ തന്നെ ഇക്കണോമിക്കലി വീക്ക് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അവർക്ക് എല്ലാവർക്കും ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തുല്യമായിട്ടുള്ള അവകാശമാണ് ഉള്ളത്. അവരെത്ര ഷെയർ വെച്ചിട്ടുണ്ടോ അത് കാര്യമില്ല, പക്ഷെ എല്ലാവർക്കും ഒരു മാനാണ് ഒരു വോട്ട്. ഓക്കെ, അതാണ് ഇതിനകത്തുള്ള വേറൊരു സവിശേഷത എന്ന് പറയുന്നത്. ഇതാണ് കോപ്പറേഷന്റെ യുണീക്നെസ്. ഒന്ന് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്, 2 ഇൻഡിവിജ്വൽ ഫ്രീഡം, 3 അതിൻ്റെ വോളണ്ടറി അസോസിയേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് എന്നുള്ള പ്രിൻസിപ്പിൾ, ആൻഡ് 4 എംപ്ലോയേഴ്സിനെ എലിമിനേറ്റ് ചെയ്ത് വർക്കേഴ്സിന് ഇൻഡിപെൻഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് 5ാമത്തത് ആവശ്യമുള്ള ആളുകളെ അതേമാതിരി വീക്ക് ആയിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യുന്നു, തുല്യ അവകാശം പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള അവരുടെ ഷെയർസ് അവർ എത്ര വെച്ചാലും അവർക്ക് ഒരു വോട്ട് ഒരു പേഴ്സണ് എന്നുള്ള കണക്കിൽ മുന്നോട്ട് പോകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ആണല്ലോ. അതിൽ കോപ്പറേറ്റീവ് എന്താണ്, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് എന്താണ് എന്നുള്ളതാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്ന ടേം എന്താന്ന് പറഞ്ഞാൽ, മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അതായത് മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ആർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.
ആൻഡ് ആ ഉറപ്പ് വരുത്തുന്നതിന് ഒരു മേൽനോട്ടം മാത്രമല്ല, എല്ലാത്തിനും ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. ഓക്കെ, എല്ലാവരും വർക്കേഴ്സ് ഉണ്ട്, കുറേ പേര് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ തന്നെ നടന്നോളും എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പൊ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ശരിയായിട്ടുള്ള രീതിയിൽ അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഗോൾ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അത് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. ഓക്കെ, ആ മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ഓർ മോട്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, അതില് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താ പറയാ, നേരത്തെ കൂട്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്റ്റെപ്സ്, നമ്മളൊരു ഒബ്ജക്റ്റീവ്, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, അതിനകത്ത് നമ്മൾ പോകണം, അത് മുന്നോട്ട് നമ്മൾ അതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു നല്ല ടേമിൽ പറയുകയാണെങ്കിൽ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ എന്നുള്ളത് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെയുണ്ട്, ഇനി നമുക്ക് എങ്ങോട്ടാണ് പോവേണ്ടത്, അത് തമ്മിലൊരു വ്യത്യാസമുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നതിന് പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്തൊക്കെ ഓൾട്ടർനേറ്റീവ്. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്ത ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, പല വഴികളിലൂടെ ചെയ്യാം. അതിൽ ഏത് വഴി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, നമ്മൾ ഏത് വേണം സെലക്ട് ചെയ്യാൻ, ഏത് സെലക്ട് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്ലാനിങ് എന്നുള്ള കോൺസെപ്റ്റിലൂടെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ കൂട്ടി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസിങ് ആണ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഓക്കെ, ആ പ്ലാൻ ചെയ്ത കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രാവർത്തികമാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് വേണം. ഓക്കെ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള, ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അത് നമ്മൾ പ്ലാൻ ഒക്കെ ചെയ്ത് വെച്ചത് കൊണ്ട് കാര്യമായില്ലല്ലോ. നമുക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള എഞ്ചിനീയർ, അതിനുശേഷം അവരുടെ കീഴിലുള്ള മെയ്സൺസ് ആയിക്കോട്ടെ, വർക്കേഴ്സ് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിവിഷൻ ഓഫ് വർക്കിലൂടെയും ഡിപ്പാർട്ട്മെന്റലൈസേഷനിലൂടെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ഡിവൈഡ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് വർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കൊടുത്തതിന് റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഉള്ള ആളുകൾക്ക് അത് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് ആണ് ഈ ഓർഗനൈസിങ് എന്നുള്ള കോൺസെപ്റ്റിനകത്ത് വരുന്നത്. ആൻഡ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ഓർ മോട്ടിവേറ്റിംഗ് ആണ്. ഓക്കെ, നമ്മള് പലരുടെയും ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇന്നത് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മളെ വാച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ലീഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ പലരും എന്ത് ചെയ്യില്ല, ആ വർക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്നില്ല. അപ്പൊ ആ ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ മോട്ടിവേറ്റിംഗ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്താൻ നമ്മുടെ പുറകിൽ എന്ത് വേണം, ഒരാൾ വേണം. അതാണ് നമ്മളെ ഗൈഡ് ചെയ്ത്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തിരുത്താനും, നമ്മളെ എന്തെങ്കിലും പ്രോബ്ലം നമുക്ക് ഇതിൽ വരികയാണെങ്കിൽ അത് ശരിയാക്കാനുള്ള ഒരു കാര്യം വേണം. ഓക്കെ, അതിന് ആ കാര്യമാണ് എന്താ പറയുന്നത്, ഡയറക്റ്റിംഗ് ഓർ മോട്ടിവേറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റത്തെ ആണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോളിംഗ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വേറെ ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ യഥാർത്ഥത്തിൽ നടന്നത് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ പ്ലാൻ ചെയ്തത് അങ്ങനെ അതേപോലെ നടക്കണം എന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ. അപ്പൊ ആ ഒരു ആക്ച്വൽ പെർഫോമൻസും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പെർഫോമൻസും തമ്മിൽ എന്തുണ്ടാവും, ഡീവിയേഷൻ ഉണ്ടാവും. അപ്പൊ ആ ഡീവിയേഷൻ എന്തുകൊണ്ട് വന്നു, എങ്ങനെ വന്നു, അതെങ്ങനെ നമുക്ക് ശരിയാക്കാൻ പറ്റും, എന്ത് കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ പറ്റും എന്നുള്ളതുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ പിഴവുകൾ എന്താണ്, എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംഭവിച്ചു, അതിനെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. അതാണ് കൺട്രോളിംഗ് എന്നുള്ള ടേമിനകത്ത് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റോൾ ഓഫ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, അതായത് ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിൽ മാനേജ്മെന്റിന്റെ റോൾ എന്താണ്. ഇപ്പൊ നമ്മൾ മാനേജ്മെന്റ് എന്താണ്, അതിന് കോപ്പറേറ്റീവ് എന്താണെന്ന് പഠിച്ചു. മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഐഡിയാസ് ആയിക്കോട്ടെ, പ്രോസസ്സസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെറ്റീരിയൽസ്, ഫെസിലിറ്റീസ്, പീപ്പിൾ അവരൊക്കെ എന്ത് ചെയ്യണം, ഒരു കമ്പൈൻ ചെയ്തിട്ട്
അവർക്ക് വേണ്ട സേവനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. എഫക്റ്റീവ്ലി അത് കൊടുക്കുക, എഫക്റ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് വരുന്നത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ പാർട്ട് എന്ന് പറയുന്നത് കോപ്പറേറ്റീവിന്റെ ഡിസിഷൻ മേക്കിംഗ് പാർട്ടിലാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു കോപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് ആവണമെങ്കിൽ അത് വിയബിൾ ഇൻ ആൻ ഇക്കണോമിക് ഓർ ബിസിനസ് സെൻസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഓർ ഇംപ്രൂവ് ദ കോപ്പറേറ്റീവ് ക്യാരക്ടർ ഫീച്ചേഴ്സ്. ഓക്കെ, അതിന്റെ ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് പറഞ്ഞാൽ അതിന്റെ ഇക്കണോമിക് ബിസിനസ് സെൻസിൽ അത് വളരെ വിയബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിരിക്കണം. അതേപോലെ തന്നെ അതിന്റെ കോപ്പറേറ്റീവ് ക്യാരക്ടർ അത് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഈ രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ സാധാരണ ഗതിയിലുള്ള നമ്മളിപ്പോൾ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫോമോ അതിനെയൊക്കെ മാനേജ് ചെയ്യുന്നതിനേക്കാളും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത് കോപ്പറേറ്റീവിൻ്റെ മാനേജ്മെൻറ്റ്. കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അതായത് കോപ്പറേറ്റീവ് എന്ന് പറയുന്നതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സർവീസിനാണ്, പക്ഷെ അതിനോടൊപ്പം തന്നെ മാനേജ്മെന്റിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിന്റെ റിസൾട്ടിനാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടും എന്താ പറയുക കോൺട്രഡിക്ടറി ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ നമ്മൾ ബാലൻസ് ചെയ്യണം. അതിന് പുറമെ ഒരു കോപ്പറേറ്റീവിൽ എന്ന് പറയുന്നത് അതിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സുമാണ്, അതേപോലെ തന്നെ ആരുമാണ്, കസ്റ്റമേഴ്സുമാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഈ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ടു എ ബിസിനസ് വിത്ത് കസ്റ്റമേഴ്സ് ആർ ഓൾസോ ദ ഓണേഴ്സ്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സ് ഇവിടെ ആരുമാണ്, ഓണേഴ്സും കസ്റ്റമേഴ്സും ഒരേ ആളുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവർ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമേഴ്സിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒന്ന് എന്ന് പറയാനില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് പറയുക. പക്ഷെ ഇവര് തന്നെയാണ് അവര് തന്നെയാണ് ഇവര്. ഓക്കെ, ഓണേഴ്സും കസ്റ്റമേഴ്സും വൺ ആൻഡ് ദ സെയിം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം മാനേജ് ചെയ്യാൻ അവരെ അത് രണ്ടും കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സപ്ലയേഴ്സിനെയും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അവർക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള പണവും കൊടുക്കണം, കസ്റ്റമേഴ്സിന് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ രണ്ടുപേരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിരാശപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ രണ്ടുപേരും സെയിം ആയിട്ടുള്ള ആളുകളാണ്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരു മാനേജ്മെന്റ് അവിടെ എന്ത് ചെയ്യണം, വളരെ സൂക്ഷിച്ച് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അവർ കുറച്ച് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ തന്നെയാണ് ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡീലിംഗ് വിത്ത് കോംപ്ലക്സ് ഇഷ്യൂസ് ഓഫ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെന്റ്. എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു ഇറസ്പെക്റ്റീവ് ഓഫ് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യണം, വൺ മാൻ വൺ വോട്ടാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും ഒരേപോലുള്ള ട്രീറ്റ്മെന്റ്, ഇക്വിറ്റബിൾ ട്രീറ്റ്മെന്റ് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനെന്താണ് ചെയ്യേണ്ടത്, അതും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ്, വർക്കിംഗ് ഇൻ എ സർവീസ് ഓറിയന്റഡ് ഓർഗനൈസേഷൻ ഈസ് എ സ്പോട്ട് ലൈറ്റഡ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, അതായത് ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനോടൊപ്പം തന്നെ സർവീസ് ഓറിയന്റഡ് ആണ്, സേവനം തന്നെയാണ്, എങ്കിൽ പോലും നമുക്കൊരു റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് അതിൻ്റെ മെമ്പേഴ്സിന് അത്യാവശ്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഉറപ്പ് വരുത്തണം എന്നുള്ളതും ഈ ഒരു എന്താ പറയുക, നമുക്കൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മളെ നിർത്തും. ആൻഡ് നെക്സ്റ്റ്, കോപ്പറേറ്റീവ്സിൻ്റെ ഹാവ് യുണീക്ക് മാനേജ്മെന്റ് ഇംപ്ലിക്കേഷൻ ഓഫ് ബിസിനസ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. ഓക്കെ, അതായത് ഓണർഷിപ്പ് വേറെ, കൺട്രോൾ വേറെ. പറഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ മെമ്പേഴ്സ് തന്നെ അവരിൽ നിന്നും എലക്ട് ചെയ്യുന്ന കുറച്ച് പേരെയാണ് ബോർഡായിട്ട് തിരഞ്ഞെടുക്കുന്നത്, മാനേജിങ് കമ്മിറ്റിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്, അവരാണ് മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇംപ്ലിക്കേഷൻസും നമുക്ക് എന്തുണ്ട്, കോംപ്ലിക്കേഷൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു മാനേജ്മെന്റിനെയും തൃപ്തിപ്പെടുത്തണം, എല്ലാം ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ പ്രശ്നങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ റിസോഴ്സസ് ടു മാനേജ്. എന്താണ് ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിൽ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരുന്നത്? ഒന്നാമത്തത് പീപ്പിൾ, രണ്ടാമത്തത് ക്യാപിറ്റൽ, മൂന്നാമത്തത് ഫെസിലിറ്റീസ്. ഓക്കെ, അപ്പോൾ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എംപ്ലോയീസ് വരും, മെമ്പേഴ്സ് വരും, എല്ലാവരും വരും. ഓക്കെ, മാനേജ്മെന്റ് വരും. അപ്പോൾ ഈ മാനേജ്മെന്റും മെമ്പേഴ്സും തമ്മിൽ ഒരു ടൂ വേ കമ്മ്യൂണിക്കേഷൻ ആണ് ശരിക്കും വേണ്ടത്. ഓക്കെ, അവരുടെ ഭാഗം ഇവിടെയും കേൾക്കണം, ഇവിടുന്ന് അങ്ങോട്ടേക്ക് പറയാനുള്ള കാര്യങ്ങളും കേൾക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പോളിസീസോ പ്രോഗ്രാംസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടീസസോ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സോ ഇതൊക്കെ വളരെ ടൈം ടു ടൈമിൽ അപ് ടു ഡേറ്റ്
ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ മെമ്പേഴ്സിനോട് പറയണം. അതേമാതിരി മെമ്പേഴ്സും എന്ത് ചെയ്യണം, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മാനേജ്മെന്റിനെ അറിയിക്കണം. ഓക്കെ, അതാണ് പീപ്പിൾ എന്ന് പറയുന്നതാണ്. പിന്നെ എംപ്ലോയീസ്, വേറൊരു ടൈപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഓർഗനൈസേഷനിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യുകയും വേണം. ആൻഡ് നെക്സ്റ്റ് ക്യാപിറ്റൽ റയർ റിസോഴ്സസ് ആണ്. ഇവർ മെമ്പർഷിപ്പ് ഫീസിലൂടെ, മെമ്പർഷിപ്പ് ഫീസാണ് മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഫണ്ട്. അതിന് പുറമെ മെമ്പേഴ്സിന്റെ പ്രൊഡക്ട്സ് ഒക്കെ വിറ്റിട്ട് കിട്ടുന്ന കാശ്. അപ്പൊ അതൊക്കെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡീഷണൽ ക്യാപിറ്റൽ വേണോ, നമ്മൾ എവിടെ നിന്നാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് റെയർ ആയിട്ടുള്ള ഈ ഒരു സ്കാർസ് ആയിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നല്ല ആലോചിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഫെസിലിറ്റീസ്, ബിൽഡിംഗ്, എക്യുപ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡെയിലി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ്. ഇപ്പോൾ സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡെലിവറി ട്രക്ക്, ഗ്രൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ വല്ല ഫാമിംഗ് കാര്യങ്ങളാണെങ്കിൽ പെസ്റ്റ് കൺട്രോൾ, അതിന് വേണ്ട ഇൻഷുറൻസ് കൊടുക്കുക. പിന്നെ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുക. സേഫ്റ്റിയോ ഹെൽത്തും ഒക്കെ ഉറപ്പ് വരുത്തുക. എൻവയോൺമെന്റൽ റെഗുലേഷൻസ് പാലിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉറപ്പുവരുത്തണം. ഇതാണ് റിസോഴ്സസ് ടു മാനേജ് എന്നുള്ള കാര്യത്തിൽ വരുന്നത്. ഡെമോക്രസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ കോപ്പറേഷൻ പഠിക്കുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് സ്ഥാപനമാണ്. അപ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് ഓൾ എലിജിബിൾ സിറ്റിസൺസ് പാർട്ടിസിപ്പേറ്റ് ഈക്വലി എദർ ഡയറക്ട്ലി ഓർ ത്രൂ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഓക്കെ, അതായത് എല്ലാ എലിജിബിൾ ആയിട്ടുള്ള സിറ്റിസൺസും നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇലക്റ്റഡ് ആയിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് മുഖാന്തരം അവര് ഒരു രാജ്യത്തിന്റെ നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നതും അതിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതുമാണ് ഡെമോക്രസി എന്നുള്ള form of government. Okay, it encompasses social, economic and cultural conditions that enable the free and equal practice of political self determination. Okay, അപ്പോൾ നമ്മുടെ കൾച്ചർ ആയിക്കോട്ടെ, സോഷ്യൽ, എക്കണോമിക്, ഇതിൻ്റെ എല്ലാം വളർച്ചയ്ക്ക് ഈക്വൽ ആയിട്ടും അതേമാതിരി തന്നെ ഫ്രീ ആയിട്ടും എല്ലാ എലിജിബിൾ സിറ്റിസൺസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഡെമോക്രസി. രണ്ട് ഫോംസ് ഓഫ് ഡെമോക്രസിയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഇവിടെ ജനങ്ങൾ നേരിട്ട് എന്ത് ചെയ്യാണ്, രാജ്യത്തിന്റെ അഫയേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരിട്ട് നമുക്ക് അസംബ്ലി മീറ്റിംഗ്സിൽ പങ്കെടുക്കാം, പബ്ലിക് ഒപ്പീനിയൻ പറയാം, എല്ലാ അഡൾട്ട് സിറ്റിസൺസിനും പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, പക്ഷേ ഇതെന്ന് പറയുന്നത് ഓൺലി അതായത് ചെറിയ രീതിയിലുള്ള പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങളിലാണ് ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പക്ഷേ വലിയ പോപ്പുലേഷൻ, ഇന്ത്യ പോലുള്ള ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിലൊന്നും ഇത് അപ്ലിക്കബിൾ അല്ല. അപ്പം അങ്ങനത്തെ രാജ്യങ്ങളിൽ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് പ്രിവാലന്റ് ആയിട്ടുള്ളത്. അതായത് ജനങ്ങൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നു ഒരു നിശ്ചിത കാലയളവിലേക്ക്. ആൻഡ് അത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ആ കാലയളവിലേക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ആ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കാര്യങ്ങൾ രാജ്യത്തിൻ്റെ വികസനത്തിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരായിരിക്കും. ഓക്കെ, ആൻഡ് ആ പീരീഡിൽ അവർ ആ വെൽഫെയറിൽ, സമൂഹത്തിന്റെ വെൽഫെയറിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ല ജനങ്ങൾ എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് ആളെ മാറ്റാനുള്ള സ്വാതന്ത്ര്യം ആർക്കാണുള്ളത്, ജനങ്ങൾക്കാണുള്ളത്. അപ്പൊ ജനങ്ങൾക്ക് ഇവിടെ നേരിട്ട് എന്ത് ചെയ്യുന്നില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല അഫയേഴ്സ് ഓഫ് സ്റ്റേറ്റിൽ. അതിന് പകരം അവർ എലക്ട് ചെയ്യുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യയിലൊക്കെ ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ്സിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് ഡെമോക്രാറ്റിക് എന്റർപ്രൈസ് ആണ്. ഓക്കെ, ഇവിടെ ഓണർഷിപ്പ് ആയിക്കോട്ടെ, ഡിസിഷൻ മേക്കിംഗ് പവർ ആയിക്കോട്ടെ, എല്ലാം ഡെമോക്രാറ്റിക്കലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പണം, ഈ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുടെ പണവും പവറും ഒക്കെ കമ്മ്യൂണിറ്റീന്റെ കയ്യിലാണ്. ഓക്കെ, എല്ലാ മെമ്പേഴ്സിനും അവർക്ക് എന്താണ്, അവർ ഓണേഴ്സ് ആണ്. ഓക്കെ, അവർക്ക് ഡിസിഷൻസ് എടുക്കുമ്പോൾ അവർ ഡെമോക്രസി ഉറപ്പുവരുത്താൻ വേണ്ടി വൺ മാൻ വൺ വോട്ടാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ്. ഓരോ മെമ്പർക്കും ഓരോ വോട്ടാണ് കൊടുക്കുന്നത്, അല്ലാതെ വൺ ഷെയർ വൺ വോട്ട് അല്ല. അങ്ങനെയാണ് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ ഡയറക്റ്റ് ഡെമോക്രസിന്റെയും അതേമാതിരി തന്നെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ ഡയറക്റ്റ് ആയിട്ട് മെമ്പേഴ്സിന് തന്നെ അഭിപ്രായം പറയാവുന്നതാണ്. അതിനൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും വന്ന് ഈ എല്ലാ മെമ്പേഴ്സും അഭിപ്രായം പറയാൻ നിന്ന് കഴിഞ്ഞാൽ
അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അവരെ എലക്ട് ചെയ്യുന്ന മാനേജിംഗ് കമ്മിറ്റിയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഒക്കെ കൂടിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, റെപ്രസെൻറ്റേറ്റീവ് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് കോപ്പറേറ്റീവ്സിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് സ്ട്രക്ചർ രണ്ടും നിലനിൽക്കുന്ന ഒരു ഡെമോക്രാറ്റിക് സ്ട്രക്ചറാണ് കോപ്പറേറ്റീവ്സിൽ നിലനിൽക്കുന്നത്. ഓക്കെ, ആൻഡ് ഇപ്പോൾ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ തീരുമാനങ്ങൾ എടുക്കണം എങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡെമോക്രസി ഡെമോക്രാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനങ്ങൾ എടുക്കണം അല്ലേ. അപ്പോൾ അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സ്ട്രക്ചറാണ് തീരുമാനങ്ങൾ എടുക്കുന്നതിലും ഒക്കെ കോപ്പറേറ്റീവ് സ്ട്രക്ചേഴ്സ് ഫോളോ ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ കോപ്പറേറ്റീവ് സ്ട്രക്ചറും താഴെ പറയുന്ന രീതിയിലുള്ള നമ്മൾ ഇനി പറയാൻ പോകുന്ന രീതിയിലുള്ള സ്ട്രക്ചർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ. അതിൽ ആനുവൽ ജനറൽ മീറ്റിങ്ങും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതൊക്കെയാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ്, ഓപ്പറേഷണൽ മീറ്റിംഗ്, കമ്മിറ്റീസ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ഉറപ്പുവരുത്തുന്നത്. അപ്പോൾ അതിൽ എന്താണ് ഈ ഓരോ കാര്യങ്ങളും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്, AGM. ഓക്കെ, ഇതിലെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിപ്പോർട്ട്സ് ടു മെമ്പർഷിപ്പ് റിവ്യൂയിങ് ദ പാസ്റ്റ് ബിസിനസ് ഇയർ ആൻഡ് ദ ഇയേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഈ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മെമ്പേഴ്സിനോട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ബിസിനസ്സിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് റിവ്യൂ ചെയ്യുകയും അതേമാതിരി തന്നെ ആ വർഷത്തെ കഴിഞ്ഞ ബിസിനസ് ഇയറിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുകയുമാണ്, അവർക്ക് മുന്നിൽ കാണിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് ബോർഡ് വന്നിട്ട് ഈ ആനുവൽ ജനറൽ മീറ്റിംഗിലാണ് അപ്രൂവൽ ഓഫ് ഇറ്റ്സ് റെക്കമെൻഡേഷൻസ് ഫോർ സർപ്ലസ് അലോക്കേഷൻ. അതായത് കഴിഞ്ഞ വർഷം സർപ്ലസ് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും സർപ്ലസ് ഉണ്ടായിട്ടുണ്ട്, അതായത് പ്രോഫിറ്റ് രൂപത്തിൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് വീതിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അവരുടെ റെക്കമെൻഡേഷൻസിന്, ബോർഡിൻ്റെ റെക്കമെൻഡേഷൻസിന് ആര് അനുവാദം നൽകണം, ഈ ആനുവൽ ജനറൽ മീറ്റിംഗിൽ മെമ്പേഴ്സ് അനുവാദം നൽകേണ്ടതാണ്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന വർഷത്തിലെ ബിസിനസ് പ്ലാനുകളും ബഡ്ജറ്റുകളും അതിനുമൊക്കെ ആരുടെ അനുവാദം വേണം, AGMന്റെ, അതായത് മെമ്പേഴ്സിന്റെ അനുവാദം വേണം. നെക്സ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത്, പിന്നെ ഒരു മെമ്പർഷിപ്പ് എങ്ങനെയാണ് പുതിയ ബോർഡ് എലക്ട് ചെയ്യുന്നത്, ആ എലക്ഷനുമായി ബന്ധപ്പെട്ട്, പിന്നെ ബൈലോയിൽ പറഞ്ഞ മറ്റുള്ള മെമ്പർഷിപ്പ് ഡിസിഷൻസ്, ഇതൊക്കെ ആനുവൽ ജനറൽ മീറ്റിംഗിലാണ് നടക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ആനുവൽ ജനറൽ മീറ്റിംഗിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മാനേജേഴ്സ് റിപ്പോർട്ട് ടു ദ ബോർഡ് വിച്ച് ഇൻ ടേൺ പ്രൊവൈഡ്സ് ദ ഡയറക്ഷൻ ടു ദ മാനേജർ. ഓക്കെ, അതായത് മാനേജർ അതാത് നടക്കുന്ന കോപ്പറേറ്റീവിൽ നടക്കുന്ന കാര്യങ്ങൾ ബോർഡിനോട് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് ആ മാനേജർ കൊടുക്കുന്ന വിവരങ്ങളെ പഠിച്ച് മനസ്സിലാക്കി ബോർഡ് വന്നിട്ട് മാനേജേഴ്സിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു. And the key function here is for the board to hold those in charge of making decisions on behalf of the cooperative society accountable for the outcome of those decisions. This would also include evaluating the organizational structure used to make these decisions. The board evaluates the cooperative society's financial position to determine whether or not the budgeted objectives are being met and what actions should be taken to improve the situation. ബോർഡിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവരെയാണ് തീരുമാനങ്ങൾ എടുക്കാൻ മെമ്പേഴ്സ് എലക്ട് ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണോ ആ തീരുമാനങ്ങൾ എടുക്കുന്നത് അവരെ ആ കാര്യത്തിന് അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളതാണ്. ആൻഡ് രണ്ടാമത്തത് നമ്മളുടെ ഡിസിഷൻ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുത്ത ഡിസിഷൻസിന്റെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അതിന്റെ ഇമ്പാക്ട് എന്നുള്ളത്. അതേമാതിരി തന്നെ കോപ്പറേറ്റീവിന്റെ നമ്മൾ ഈ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റീവ് എടുത്താൽ മാത്രം പോരല്ലോ, അത് അച്ചീവ് ചെയ്യുകയും വേണം. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ മാത്രം ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ എങ്ങനെയുണ്ട്, കഴിഞ്ഞ് നമ്മൾ എടുത്ത ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തു കഴിഞ്ഞോ, ഇനി എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ആണ് വരുത്തേണ്ടത്, ഇതൊക്കെ ബോർഡ് മീറ്റിംഗിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. Then next, the board makes or changes the policies as required or recommends a policy to the membership if only the membership has authority in a particular area. അതായത് ചില ഏരിയാസിലെ മെമ്പർഷിപ്പിന്, അതായത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിലൂടെ മാത്രമേ നമുക്ക് ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ഒരു പോളിസിയെ കുറിച്ച് പറയാനോ പറ്റുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് മെമ്പർഷിപ്പിന്,
അതായത് ആനുവൽ ജനറൽ മീറ്റിംഗിൽ അത് അറിയിക്കുക എന്നുള്ളതും ബോർഡിന്റെ കടമയാണ്. ആൻഡ് ബോർഡ് മെമ്പേഴ്സ് ഡിസ്കസ് ലോങ് ടേം ഗോൾസ് ആൻഡ് സ്ട്രാറ്റജി ആൻഡ് എൻഷുർ ദാറ്റ് ഗുഡ് പ്ലാനിംഗ് പ്രോസസ് ഇസ് ഇൻ പ്ലേസ് ടു ഗൈഡ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ കമ്മിങ് ഇയർ. ലോങ് ടേമിലേക്ക് നമ്മുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ഇനി വരുന്ന വർഷങ്ങളിലേക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിനെ ശരിയായിട്ടുള്ള രീതിയിൽ നയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് എന്തൊക്കെയാണ്, പ്ലാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വരേണ്ടത് എന്നുള്ളതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ വേറെ പ്രധാനപ്പെട്ട കാര്യം. ആൻഡ് ലാസ്റ്റ് ദാറ്റ് ബോർഡ് അപ്രോച്ച് ന്യൂ മെമ്പേഴ്സ് ഓർ ടെർമിനേറ്റ്സ് എ പേഴ്സൺസ് മെമ്പർഷിപ്പ്. അതായത് ഒരു മെമ്പറിനെ അപ്പോയിന്റ് ചെയ്യാനും ആ മെമ്പറിനെ പിരിച്ചുവിടാനുള്ള അധികാരം ബോർഡിനാണ് ഉള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബോർഡ് മീറ്റിങ്ങിനകത്ത് പറയാനുള്ളത്. അടുത്തത് ഓപ്പറേഷണൽ മീറ്റിംഗ്. ഓപ്പറേഷണൽ മീറ്റിംഗ് എന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അബൌട്ട് ഡെയിലി ആക്ടിവിറ്റീസ്. ഓക്കെ, മെമ്പേഴ്സും മാനേജ്മെന്റും തമ്മിൽ ഈ ഡേ ടു ഡേ അഫയേഴ്സ് ഉണ്ടല്ലോ, ആ അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഈ ഓപ്പറേഷണൽ മീറ്റിംഗിൽ വരുന്നത്. ദീസ് മീറ്റിംഗ്സ് ആൻഡ് ഹൂ പാർട്ടിസിപ്പേറ്റ്സ് വിൽ വാരി ഫ്രം കോപ്പറേറ്റീവ് ടു കോപ്പറേറ്റീവ് ഡിപ്പെൻഡിംഗ് അപ്പോൺ ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ദാറ്റ് ഹാവ് ബീൻ പ്രൊവൈഡഡ് ബൈ ദ മെമ്പർഷിപ്പ് ആൻഡ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ഈ ഒരു ഓപ്പറേഷണൽ മീറ്റിംഗ്സ് എന്ന് പറയുന്നത് ഏത് തരം കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്, മെമ്പർഷിപ്പ് എങ്ങനെയാണ് നമ്മൾ അപ്രൂവ് ചെയ്തിരിക്കുന്നത്, അതിനൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് വാരി ചെയ്യാം. ആരൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് വാരി ചെയ്യാം എന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് കമ്മിറ്റീസ് ആണ്. കമ്മിറ്റീസ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിൽ ബോർഡ് മെമ്പേഴ്സ് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ചില പ്രത്യേക ഇഷ്യൂസിൽ കമ്മിറ്റീസിനെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ആ കമ്മിറ്റീസ് ആ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് കണ്ടെത്തി തീരുമാനങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിനാൻസ് കമ്മിറ്റി, അല്ലെങ്കിൽ ചില സമയത്ത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഇഷ്യൂസ് പഠിക്കാൻ വേണ്ടി ഒരു അഡ്ഹോക് കമ്മിറ്റി, ഒരു ഇടക്കാലത്തേക്ക് ഒരു കമ്മിറ്റി, അങ്ങനെയൊക്കെ ബോർഡ് ഫിക്സ് ചെയ്യാറുണ്ട്. ഇതാണ് കമ്മിറ്റീസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ജനറൽ മീറ്റിംഗ് അല്ലെങ്കിൽ ജനറൽ അസംബ്ലി. ഈ ജനറൽ അസംബ്ലി ആണ് ദ സുപ്രീം അതോറിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സുപ്രീം ഡെലിബറേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഓർഗൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എല്ലാ മെമ്പേഴ്സും ഉൾക്കൊള്ളുന്ന ഒരു അസംബ്ലിയാണ് ജനറൽ അസംബ്ലി. ഓക്കെ, ഈ ജനറൽ അസംബ്ലിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാ മെമ്പേഴ്സിനും ബാധകമാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ജനറൽ മീറ്റിംഗ് എത്ര തരം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 എണ്ണമാണുള്ളത്. ഇനോഗ്രൽ ജനറൽ മീറ്റിംഗ് ഓർ കോൺസ്റ്റിറ്റ്യൂവന്റ് ജനറൽ മീറ്റിംഗ്, ആൻഡ് ആനുവൽ ജനറൽ മീറ്റിംഗ്, എക്സ്ട്രോർഡിനറി ജനറൽ മീറ്റിംഗ്, സ്പെഷ്യൽ ഓർ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അതിലാദ്യം ഇനോഗ്രൽ ഓർ കോൺസ്റ്റിറ്റ്യൂവന്റ് ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് വന്നിട്ട് അതിൻ്റെ ആ സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്ത് ആ കോപ്പറേറ്റീവിൻ്റെ ഫംഗ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട ഫൗണ്ടിങ് മെമ്പേഴ്സൊക്കെ കൂടി ബൈലോസ് അഡോപ്റ്റ് ചെയ്യാനും കോപ്പറേറ്റീവിൻ്റെ നിയമങ്ങൾ, റെഗുലേഷൻസ് എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഇനി വരാൻ പോകുന്ന വർഷത്തിലുള്ള ആദ്യത്തെ വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ എന്താണ്, ഓപ്പറേഷണൽ പ്ലാൻ എന്താണ്, എങ്ങനെയാണ് നമ്മൾ എലക്ട് ചെയ്യേണ്ടത് മാനേജറിയൽ കമ്മിറ്റീനെ, മറ്റുള്ള കമ്മിറ്റികളിനെ എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ് ഇനോഗ്രൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഫൗണ്ടിങ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവരാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. പക്ഷെ ആ ഫൗണ്ടിങ് മെമ്പേഴ്സിന് മറ്റുള്ള മെമ്പേഴ്സിനെ പോലെ മറ്റുള്ള മെമ്പേഴ്സിനെക്കാളും ഒരു എക്സ്ട്രാ ആയിട്ടുള്ള അവകാശങ്ങളും കൂടുതൽ അവകാശങ്ങളും ഇല്ല. എക്സെപ്റ്റ് അവർക്ക് ഈ ഇനോഗ്രൽ ജനറൽ മീറ്റിംഗിൽ പങ്കെടുക്കാം എന്നല്ലാതെ. ഓക്കെ, ആൻഡ് ഇനോഗ്രൽ ജനറൽ മീറ്റിംഗിൽ വന്നിട്ട് നമ്മൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കും. അതായത് ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് എത്ര പേരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഒരു ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കും. ആൻഡ് ഈ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാത്തവരിനെ അവരെ പ്രത്യേകമായിട്ടും ആ ഒരു ബൈലോ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ മെമ്പേഴ്സായിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ട, ആ ഒരു കാര്യങ്ങൾ അപ്രൂവ് ചെയ്യേണ്ട, അങ്ങനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നീടുള്ള മെമ്പേഴ്സിനെ അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഇനോഗ്രൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരേ ഒരു പ്രാവശ്യം ആ കോപ്പറേറ്റീവ് ബോഡിയുടെ, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലൈഫിൽ തന്നെ 1 ടൈമേ ഈ ഒരു ഇനോഗ്രൽ ജനറൽ മീറ്റിംഗ് വരുള്ളൂ. നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ബൈലോ പ്രകാരം ഉള്ള ആ ഒരു ഡേറ്റ്, ബൈലോയിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റ്, ഫിക്സ് ചെയ്യുന്ന ഡേറ്റ് പ്രകാരം ഒരു വർഷത്തിൽ ഒരിക്കലാണ് ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച് 3 മാസത്തിനുള്ളിൽ തന്നെ നടക്കണം. ആ 3 മാസം കഴിയാൻ പാടില്ല. ഓക്കെ, ആണ് ആനുവൽ ജനറൽ മീറ്റിംഗിൻ്റെ ഫസ്റ്റ് കാര്യം. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗിൽ കഴിഞ്ഞ വർഷത്തെ എല്ലാ ആക്ടിവിറ്റീസ്, ഇപ്പോൾ പ്രസിഡന്റിൻ്റെയും സെക്രട്ടറി ജനറലിൻ്റെയും ട്രഷററിൻ്റെയും ഓഡിറ്റ് കൺട്രോളറിൻ്റെയും കൺട്രോൾ കമ്മിറ്റീൻ്റെയും എല്ലാ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയും കഴിഞ്ഞ വർഷത്തെ ആക്ടിവിറ്റീസ് എക്സാമിൻ ചെയ്യുകയും
എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തെങ്കിലും കൺഫർമേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ കൺഫേം ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ വന്നിട്ട് ഇനി വരാൻ പോകുന്ന വർഷങ്ങളുടെ ഫിനാൻഷ്യൽ സോഷ്യൽ ഡെവലപ്മെന്റ് പ്ലാനുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്രൂവ് ചെയ്യുക. പിന്നെ കമ്മിറ്റിയുടെ എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുക. പിന്നെ ഡെപ്റ്റ് എത്ര മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റും, ഡെപ്പോസിറ്റ് സീലിംഗ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ചെയ്യുക. അതേമാതിരി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നത് കൺവീനന്റ് ആരാണ് കൺവീൻ ചെയ്യുന്നത്? സ്പെഷ്യൽ അഡ്ഹോക് കമ്മിറ്റി ക്രിയേറ്റഡ് ബൈ ദ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അഡ്ഹോക് കമ്മിറ്റി, ആനുവൽ ജനറൽ മീറ്റിംഗിന് വേണ്ടി കമ്മിറ്റിയാണ് നടത്താറുള്ളത്. ആൻഡ് ആനുവൽ ജനറൽ മീറ്റിംഗ് വിൽ നെവർ ബി കൺവീൻഡ് ആൻഡ് പ്രിസൈഡഡ് ഓവർ ബൈ ദ ഔട്ട്ഗോയിങ് ഓർ ഇൻകമിംഗ് മാനേജ്മെന്റ് ഓഫ് ദ കോപ്പറേറ്റീവ്. അതായത് ഒരിക്കലും ഇനി പോകാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആ ഒരു മാനേജ്മെന്റ് ഒരിക്കലും എന്ത് ചെയ്യരുത്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തരുത്. അതിന് എന്ന് പറഞ്ഞ ഒരു അഡ്ഹോക് കമ്മിറ്റി എന്ത് ചെയ്യണം, രൂപീകരിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സ്ട്രോർഡിനറി ജനറൽ മീറ്റിംഗ്. എക്സ്ട്രോർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് താഴെ പറയുന്ന ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഒരു എക്സ്ട്രോർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കാറുള്ളൂ. അതായത് ബൈലോയിൽ മാറ്റം വരുത്തുക, പുതിയ മെമ്പേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുക, ഏതെങ്കിലും മെമ്പേഴ്സിനെ എക്സ്പെൽ ചെയ്യുക, അവരെ പുറത്താക്കുക, കോപ്പറേറ്റീവ് ഡിസൊല്യൂഷൻ, ആ സ്ഥാപനത്തിന് തന്നെ എന്ത് ചെയ്യുക, ഡിസൊല്യൂഷൻ ചെയ്യാൻ പോവാണ് എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളിൽ സ്പെഷ്യൽ ഡിസിഷൻസ് ദെയറോഫ് റിക്വയർസ് സ്പെഷ്യൽ മെജോറിറ്റി തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആവശ്യമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അനുവാദത്തോടു കൂടിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് സ്പെഷ്യൽ ഓർ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ഓക്കെ, ആൻഡ് ഈ മീറ്റിംഗ് ഒരു വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, വിളിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ് മേ ബി സമൺഡ് അതായത് മാനേജ്മെന്റ് കമ്മിറ്റീൻ്റെയോ ഓഡിറ്ററിൻ്റെയോ കൺട്രോൾ കമ്മിറ്റീൻ്റെയോ അല്ലെങ്കിൽ കോപ്പറേറ്റീവിൻ്റെ രജിസ്ട്രാറിൻ്റെയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 10% കോപ്പറേറ്റീവിൻ്റെ മൊത്തം മെമ്പറിൻ്റെ 10% ആളുകൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പെഷ്യലോ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും കൺവീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ എക്സ്ട്രോർഡിനറി എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുന്നത്. ഓക്കെ, then next conditions pertaining for all general meetings regardless of type. ഏത് തരം ആയിക്കോട്ടെ എല്ലാ ജനറൽ മീറ്റിങ്ങിനും പൊതുവെ അവർ മീറ്റ് ചെയ്യേണ്ട എല്ലാ ജനറൽ മീറ്റിങ്ങിനും നമ്മൾ പാലിക്കപ്പെടേണ്ട കണ്ടീഷൻസ്. ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് കോറം പ്രസന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജനറൽ മീറ്റിംഗ് നടത്താൻ പറ്റുള്ളൂ. കോറം എന്ന് പറയുന്നത് 1 person or more than 50% of all members of the cooperative. Okay, should be 1 person more than 50% of all the members. കോപ്പറേറ്റീവ്സിൻ്റെ മൊത്തം മെമ്പേഴ്സിൻ്റെ 50% കൂടുതലായിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇഫ് ദർ ഇസ് നോ കോറം മീറ്റിംഗ് വിൽ ബി പോസ്റ്റ്പോൺഡ്. ഓക്കെ, അതായത് കോറം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ മീറ്റിംഗ് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ആൻഡ് എനി നമ്പർ ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ഇൻ ദ ലേറ്റർ കേസ് വുഡ് ദെൻ കൺസിസ്റ്റ് ഓഫ് എ ലീഗൽ കോറം. ഓക്കെ, ദെൻ മെമ്പേഴ്സ് മസ്റ്റ് ബി ഇൻഫോംഡ്. അതായത് എപ്പോഴാണ് ഈ ജനറൽ മീറ്റിംഗ് നടക്കുന്നത് എന്നുള്ളത് ആ ജനറൽ മീറ്റിംഗിൻ്റെ ഡേറ്റിൻ്റെ 2 മാസം മുമ്പ് എല്ലാ മെമ്പേഴ്സിനെയും അറിയിക്കണം. പറ്റുമെങ്കിൽ റിട്ടേൺ നോട്ടീസ് തന്നെ എല്ലാവർക്കും അവരവരുടെ ഒഫീഷ്യൽ അഡ്രസ്സിൽ അയച്ചു കൊടുക്കേണ്ടതാണ്. ഒരു 1 month പ്രയർ ടു ദ ആനുവൽ ആൻഡ് എക്സ്ട്രോർഡിനറി ജനറൽ മീറ്റിംഗ്. ഓർഡിനറി മീറ്റിംഗ്സിനൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ പഠിക്കാനുള്ളത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സാണ്. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു തീരുമാനം എന്ന് പറയുന്നതിന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് അല്ലേ. കോപ്പറേറ്റീവ് എന്ത് സ്ഥാപനമായിക്കോട്ടെ, കോപ്പറേറ്റീവ് മാത്രമല്ല എല്ലാ കാര്യത്തിലും നമുക്കൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ പല കൺഫ്യൂഷൻസ് ഫേസ് ചെയ്യാറുണ്ട്. കാരണം ഒരു കാര്യം ചെയ്യാൻ തന്നെ നമുക്ക് പല വഴികളുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഡിസിഷൻ എടുക്കേണ്ടത്, ഏത് ചെയ്താലായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ആ സ്റ്റെപ്സ് എന്ന് നോക്കാം. അല്ല, ആദ്യത്തെ ഐഡന്റിഫൈങ് ആൻഡ് ക്ലാരിഫൈങ് ദ ഡിസിഷൻ ടു ബി മെയ്ഡ്. എന്ത് ഡിസിഷനാണ് നമ്മൾ എടുക്കേണ്ടത്, ഏത് ഏരിയയുമായി ബന്ധപ്പെട്ട ഡിസിഷനാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയണം. ഓക്കെ,
അപ്പോൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ചിന്തിക്കാനും നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ അത് ക്ലാരിഫൈ ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഐഡന്റിഫൈങ് പോസിബിൾ ഡിസിഷൻ ഓപ്ഷൻ. ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പല വഴികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക, അതിനെ ഐഡന്റിഫൈ ചെയ്യുക. ഒന്നാമത്തത് നമ്മളൊരു പ്ലേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ആ പ്ലേസിലേക്ക് നമുക്ക് പല വഴികളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, പോവാൻ പറ്റും. അപ്പോൾ ആ വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ആ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓൾട്ടർനേറ്റീവ്സിൻ്റെ കുറിച്ചിട്ട് ഉള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അത് എന്താണ്, എങ്ങനെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതുമായി ആ ഓൾട്ടർനേറ്റീവ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആ കളക്ട് ചെയ്തതിനെ അനലൈസ് ചെയ്തതിന് ശേഷം ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാം. ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫീസിബിൾ ആയിരിക്കണം ഒന്നാമത്തത്. അതായത് നല്ല ഓൾട്ടർനേറ്റീവ് ആണ്, നല്ല സക്സസ്ഫുൾ ആണ്, നല്ല അഡ്വാൻറ്റേജസ് ആണ് എന്ന് പറഞ്ഞ കാര്യമില്ല. അത് നമുക്ക് പറ്റുമോ, നമ്മുടെ സ്ഥാപനത്തിന് അല്ലെങ്കിൽ നമുക്കത് ഓപ്റ്റബിൾ ആണോ, നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, തിങ്ക് ചെയ്യണം. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾ എടുത്ത തീരുമാനം നടപ്പിലാക്കുക. തീരുമാനം എടുത്താൽ മാത്രം പോരാ, അത് നടപ്പിലാക്കുന്നതിലാണ് അതിൻ്റെ സക്സസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ആൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് തീരുമാനം നടപ്പിലാക്കിയതിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് തന്നെയാണോ അതിന് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം, ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, എക്സ്പെക്റ്റഡും നമ്മൾ എക്സ്പെക്ട് ചെയ്ത റിസൾട്ടും ആക്ച്വലും തമ്മിലുള്ള ഇത്. ഇനി എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് കറക്റ്റീവ് ആക്ഷൻ എടുക്കാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യുകയും വേണം. ഓക്കെ, ഇതാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പ്. ആദ്യം ഡിസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ അനലൈസ് ചെയ്യുക, ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുക, ആ ഡിസിഷൻ നടപ്പിലാക്കുക, എന്നതിന് ശേഷം ആ ഡിസിഷൻ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത മൊഡ്യൂളാണ് മാനേജ്മെൻറ്റ് സ്ട്രക്ചർ. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അതിൻ്റെ ഘടന എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് ഇതിന് മുമ്പിലത്തെ മൊഡ്യൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനറൽ ബോഡി തന്നെയാണ് ഒരു സുപ്രീം അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യം നമുക്ക് പറയാനുള്ളത്. ജനറൽ ബോഡി എന്ന് വെച്ചാൽ എന്താണ്? ജനറൽ ബോഡി എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ മെമ്പേഴ്സും, അതാണ് അതിൻ്റെ ജനറൽ ബോഡി എന്ന് പറയുന്നത്. ഈ ഒരു നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് എടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നാഷണൽ അല്ലെങ്കിൽ ഫെഡറൽ കോപ്പറേറ്റീവ് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെങ്കിൽ അതിൻ്റെ അങ്ങനത്തെ മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസോ അല്ലെങ്കിൽ ഈ പ്രൊവിഷൻസ് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ബോഡിയോ അവരായിരിക്കും മെമ്പേഴ്സ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞ ജനറൽ ബോഡി എന്ന് പറയുന്നത് ഒരു സൊസൈറ്റീൻ്റെ മെമ്പേഴ്സിനെയാണ് നമ്മൾ എല്ലാ മെമ്പേഴ്സും കൂടിയിട്ടുള്ളതാണ് ജനറൽ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറൽ ബോഡി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറൽ ബോഡിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതെന്താണ് ആനുവൽ ജനറൽ മീറ്റിംഗ്, എന്താണ് ആ ഒരു ജനറൽ ബോഡീൻ്റെ റോൾ, എന്താണ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ പവേഴ്സ്, ഫങ്ഷൻ, അതൊക്കെയാണ് നോക്കുന്നത്. ഒരു സൊസൈറ്റീൻ്റെ ബോർഡ് വന്നിട്ട് നിയമപരമായിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച 6 മാസത്തിനകം ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കേണ്ടതാണ്. ഓക്കെ, എവിടെ വെച്ചിട്ടാണ് സാധാരണഗതിയിൽ AGM എന്ന് പറയുന്നത്? ഈ സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട പ്ലേസ് ഓഫ് ബിസിനസ്സിലാണ് നടക്കുന്നത്. അവിടെ വെച്ച് ഒരു ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ച 6 മാസത്തിനകം ഈ ബോർഡ് വന്നിട്ട് ഈ AGM കൺവീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കൺസിഡർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്, ആ വർഷത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ്, ഓഡിറ്റ് റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട്, ഓഡിറ്റ് കംപ്ലയൻസ് റിപ്പോർട്ട്, പിന്നെ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്തു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ റെമ്യൂണറേഷനും അവരുടെ അപ്പോയിന്റ്മെന്റിനും ഒക്കെ അപ്രൂവ്
ചെയ്യുക. പിന്നെ ഓപ്പറേഷണൽ ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്യുക. പിന്നെ എന്തെങ്കിലും റിസർവ്സോ ഫണ്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുക. ആനുവൽ ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യുക. പിന്നെ റിസർവ് ഫണ്ട്സും മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് റിവ്യൂ ചെയ്യുക. പിന്നെ എന്തെങ്കിലും പ്രത്യേക ഫണ്ടിന് വേണ്ടിയിട്ട് റിസർവ്സോ മറ്റുള്ള ഫണ്ടോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. ഇതിന് പുറമെ ലോങ് ടേം പെർസ്പെക്റ്റീവ് പ്ലാൻ, നമ്മുടെ സൊസൈറ്റി ഇനി ലോങ് ടേമിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അതെന്താ ചെയ്യുക. അതേമാതിരി തന്നെ ആനുവലി ഓരോ വർഷവും നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്ലാന് അപ്രൂവ് ചെയ്യുക. പിന്നെ ആനുവൽ റിപ്പോർട്ടും അക്കൗണ്ട്സും ഒക്കെ റിവ്യൂ ചെയ്യുക. പിന്നെ ഏതെങ്കിലും മെമ്പേഴ്സിനെ എക്സ്പെൽ ചെയ്യാനുണ്ടെങ്കിൽ അത് എക്സ്പെൽ ചെയ്യുക. പിന്നെ എംപ്ലോയീസും ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഓർ റിലേറ്റീവ്സ് മെമ്പേഴ്സിൻ്റെ പിന്നെ വന്നിട്ട് ലിസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഹു ആർ റിലേറ്റീവ്സ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ബോർഡ് ഓർ ദ ചീഫ് എക്സിക്യൂട്ടീവ്സ്. അതായത് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെയോ അല്ലെങ്കിൽ ബോർഡിലെ മെമ്പേഴ്സിൻ്റെയോ ആരെങ്കിലും റിലേറ്റീവ്സ് ആയിട്ട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ്. പിന്നെ അമെൻമെൻറ്റ് ബൈലോ അമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ കോഡ് ഓഫ് കണ്ടക്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത്. അതേമാതിരി തന്നെ മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുക, അതേമാതിരി അവരെ റിമൂവൽ ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ലോണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അതുമാതിരി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തൊക്കെയാണോ AGM ചർച്ച ചെയ്യണമെന്ന് വെക്കുന്നത് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഇതൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്, നമ്മുടെ AGM അതായത് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അവരെ എലക്ട് ചെയ്യുന്നത് ജനറൽ ബോഡിയാണ്. ഓക്കെ, ആൻഡ് അത് എത്ര പേരാണ് എലക്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈലോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അത്രയും ആളുകളെ ജനറൽ ബോഡിയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ജനറൽ ബോഡി എലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് പുറമെ വന്നിട്ട് ബൈലോയിൽ പറയുന്നുണ്ട് അപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ നോമിനേറ്റഡ് ഡയറക്ടേഴ്സിനെ നോമിനേറ്റും ചെയ്യാവുന്നതാണ്. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ്, ഫങ്ഷണൽ ഡയറക്ടേഴ്സ് ഇവരൊക്കെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ആയിരിക്കണം. ഓക്കെ, ദെൻ അതേമാതിരി തന്നെ 2 എമിനന്റ് പേഴ്സൺസ് മേ ബി കോപ്റ്റഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ഏതെങ്കിലും പ്രത്യേക വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ അവരെ 2 പേരെ ബോർഡിന് കോപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഫങ്ഷണൽ ഡയറക്ടേഴ്സ് ആർ അപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. നാഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫങ്ഷണൽ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഡയറക്ടേഴ്സ് കൂടി ഉണ്ട്. പിന്നെ 2 സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് മേ ബി ഇൻവൈറ്റഡ്. അതായത് ബോർഡിന് അതിൻ്റെ ഏതെങ്കിലും മീറ്റിംഗിൽ പ്രത്യേകം അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സബ്ജക്ട് മാറ്ററിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ 2 പേരെ കൂടി ബോർഡിൽ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇപ്പോൾ പ്രൊവിഷൻസ് ഓഫ് ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് നോമിനീസ് വേറെ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ആ കോപ്പറേറ്റീവ് സൊസൈറ്റീന്റെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നോമിനീസ് കൂടി വേണം. ഓക്കെ, ഇതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ പവേഴ്സ് എന്താണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മെമ്പേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുക, ചെയർമാനെയും വൈസ് ചെയർമാനെയും ഇലക്ട് ചെയ്യുക, ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുക, അതേമാതിരി തന്നെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളത് ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഗോൾ സെറ്റ് ചെയ്യുക. പിന്നെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവിനെ അപ്പോയിന്റ് ചെയ്യുക, അവരെ സസ്പെൻഡ് ചെയ്യുക, റിമൂവ് ചെയ്യുക. പിന്നെന്താ പറയുക, മറ്റുള്ള എംപ്ലോയീസിനെയും അതേപോലെ തന്നെ അവരെ അപ്പോയിന്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അതേമാതിരി തന്നെ സൊസൈറ്റി ടു മേക്ക് പ്രൊവിഷൻ ഫോർ റെഗുലേറ്റിംഗ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് സ്കെയിൽ ഓഫ് പേ. അതായത് ഇപ്പോൾ എംപ്ലോയീസിനെതിരെയുള്ള ഡിസിപ്ലിനറി ആക്ഷനോ അല്ലെങ്കിൽ അവരുടെ അലവൻസ്, അവരുടെ പേ സ്കെയിൽ എങ്ങനെയാണ് എന്നുള്ളത് കാര്യങ്ങൾ ഇതാക്കുക. പിന്നെ ആനുവൽ റിപ്പോർട്ട്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ആനുവൽ പ്ലാൻ, ബഡ്ജറ്റ് ഇതൊക്കെ ജനറൽ ബോഡിന്റെ അപ്രൂവലിന് വേണ്ടി പ്ലേസ് ചെയ്യുക. പിന്നെ ഓഡിറ്റ് ആൻഡ് കംപ്ലൈൻസ് റിപ്പോർട്ട് ജനറൽ ബോഡിക്ക് മുന്നിൽ വെക്കുക. പിന്നെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്തെങ്കിലും ഡിസ്പോസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ അക്വയർ ചെയ്യാനുണ്ടെങ്കിൽ സൊസൈറ്റീൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അത് അക്വയർ ചെയ്യുക. അതിന് പുറമെ മെമ്പർഷിപ്പ്, അതായത് ടു റിവ്യൂ ദ കോപ്പറേറ്റീവ്സിലെ മെമ്പർഷിപ്പ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് റിവ്യൂ ചെയ്യുക, സമയം റിവ്യൂ ചെയ്യുക. പിന്നെ അതേമാതിരി ബഡ്ജറ്റ്, ആനുവൽ ആൻഡ് സപ്ലിമെന്ററി ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യുക. ജനറൽ ബോഡി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനറൽ ബോഡിക്ക് റെക്കമെൻഡ് ചെയ്യുക. ഫണ്ട് റേസ് ചെയ്യുക. പിന്നെ മെമ്പേഴ്സിന് ലോൺ കൊടുക്കുക. പിന്നെ ബോർഡിലെ ഇലക്ഷൻ വെച്ച് എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ ആ വേക്കൻസി ഫില്ല് ചെയ്യുക. പിന്നെ ഓഡിറ്റേഴ്സിനെ, പാനൽ ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്രൂവ് ചെയ്യാൻ വേണ്ടി ജനറൽ ബോഡിക്ക് മുന്നിൽ പ്ലേസ് ചെയ്യുക. പിന്നെ കമ്മിറ്റീസ്
കമ്മിറ്റീസും സബ് കമ്മിറ്റീസും ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക, രൂപീകരിക്കുക, അവരെ അപ്പോയിന്റ് ചെയ്യുക. അതുമാതിരി ടു ഫ്രെയിം റെഗുലേഷൻസ് ഫോർ ദ ഇലക്ഷൻ, അതായത് ജനറൽ ബോഡിയിലെ ഡെലിഗേറ്റീവ്സിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് റെഗുലേഷൻസ് നടത്തുക, കാര്യങ്ങളൊക്കെ രൂപീകരിക്കുക. അതേമാതിരി ടു ടേക്ക് സച്ച് അതർ മെഷേഴ്സ് ഓർ ടു ഡു സച്ച് അതർ ആക്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് റിക്വയർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ ദ ബൈലോസ് ആസ് മേ ബി ഡെലിഗേറ്റഡ് ബൈ ദ ജനറൽ ബോഡി. ജനറൽ ബോഡി ഡെലിഗേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബൈലോ പ്രകാരമോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമോ മറ്റെന്ത് കാര്യമാണോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവരുടെ പരിധിക്കുള്ളിൽ വരുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, റോളാണ്. നെക്സ്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ചെയർമാനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ചെയർമാൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, അതിനകത്ത് നമ്മൾ ജനറൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ പവറിൽ ചെയർമാനെയും വൈസ് ചെയർമാനെയും ഇലക്ട് ചെയ്യുന്നത് ആരാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇലക്ട് ചെയ്ത ചെയർമാൻ്റെ പവേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഹി ഷൽ പ്രിസൈഡ് ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ ജനറൽ ബോഡി, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ജനറൽ ബോഡീൻ്റെ ആയിക്കോട്ടെ, BODൻ്റെ ആയിക്കോട്ടെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഈ 3 ടൈപ്പ് ഓഫ് മീറ്റിംഗ്സിലൊക്കെ പ്രിസൈഡ് ചെയ്യേണ്ട, അതൊക്കെ പ്രിസൈഡ് ചെയ്യേണ്ടത് ആരാണ്, ചെയർമാനാണ്. ഓക്കെ, ആൻഡ് അദ്ദേഹം പ്രിസൈഡ് ചെയ്ത, ഒരു ചെയർമാൻ പ്രിസൈഡ് ചെയ്ത എല്ലാ പ്രൊസീഡിങ്സിനും അദ്ദേഹം സൈൻ ചെയ്യണം, ആ മീറ്റിങ്ങിൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൈൻ ചെയ്യണം. ആൻഡ് ഇൻ ദ ഈവൻറ്റ് ഓഫ് ഈക്വാലിറ്റി ഓഫ് വോട്ട്സ്, ഇപ്പോൾ ഈക്വൽ ആവുകയാണ് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യവുമായി ബന്ധപ്പെട്ട റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട് വോട്ട് കാസ്റ്റ് ചെയ്യുക, ആൻഡ് ആ വോട്ട് ഈക്വൽ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ കാസ്റ്റിംഗ് വോട്ട്, ചെയർമാനിന് ഒരു കാസ്റ്റിംഗ് വോട്ട് ഉണ്ട്, ചെയർമാനിന് തീരുമാനിക്കാവുന്നതാണ്. ആൻഡ് അതേപോലെ തന്നെ ടു കൺവീൻ ദ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആൻഡ് അതർ കമ്മിറ്റീസ് ഓഫ് വിച്ച് ഹീസ് ദ ചെയർമാൻ. ഓക്കെ, അതായത് അദ്ദേഹം ചെയർമാനായിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ മറ്റുള്ള കമ്മിറ്റികളോ എക്സിക്യൂട്ടീവ് ഇതൊക്കെ വിളിച്ചു കൂട്ടാനുള്ള അധികാരം ചെയർമാനുണ്ട്. ആൻഡ് ചെയർമാനിന് അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസോ പവേഴ്സോ എന്താണോ അദ്ദേഹത്തിന് വൈസ് ചെയർമാനെ ഡെലിഗേറ്റ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം ഡെലിഗേറ്റ് ചെയ്യാവുന്നതാണ് വൈസ് ചെയർമാനിന്. ഓക്കെ, ഇതാണ് ചെയർമാൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻ. നെക്സ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ CEO. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് ആൻഡ് പവേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് പോളിസീസ് ഉണ്ടാക്കുന്നതിലും ഒബ്ജക്റ്റീവ്സ് ഉണ്ടാക്കുന്നതിലും പ്ലാൻ ചെയ്യുന്നതിലും ഒക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക. ആൻഡ് അങ്ങനെ ജനറൽ ബോഡിയും ബോർഡും ഒക്കെ അപ്രൂവ് ചെയ്ത പോളിസീസ് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക. ആൻഡ് ആ കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നടന്നു പോകുന്നത് എന്നുള്ള അതുമായി ബന്ധപ്പെട്ട പീരിയോഡിക്കൽ ഇൻഫർമേഷൻ ബോർഡിന് കൈമാറുക. ആൻഡ് ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരം ജനറൽ ബോഡി മീറ്റിംഗ് ഉൾപ്പെടെയുള്ള മീറ്റിങ്ങുകൾ, കമ്മിറ്റി മീറ്റിങ്ങുകൾ ഇതൊക്കെ വിളിച്ചു കൂട്ടുക. ആൻഡ് കൃത്യമായിട്ട് സൊസൈറ്റീൻ്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, സൊസൈറ്റീൻ്റെ ഫണ്ട് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, അതിൻ്റെ അക്കൗണ്ട്സ് കൃത്യമായി അക്കൗണ്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് അത് ഓഡിറ്റും ചെയ്യുക. ഓക്കെ, അതിന് പുറമെ സൊസൈറ്റിക്ക് വരുന്ന കത്തുകൾ, കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കറസ്പോണ്ടൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് CEO ആണ്. അതേമാതിരി തന്നെ ഫണ്ടുകളുടെ കളക്ഷൻ, എന്തെങ്കിലും ഫണ്ട് സൊസൈറ്റിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കളക്ഷനും അതിൻ്റെ സേഫ്റ്റിയും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ്, ഒരു CEOൻ്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് ടു എക്സിക്യൂട്ട് ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആൻഡ് ബിസിനസ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ടേക്ക് ആക്ഷൻ ആസ് ഈസ് നെസസറി ടു ഗിവ് ദ എഫക്ട് ടു ദ റിസൊല്യൂഷൻ ഓഫ് ദ ജനറൽ ബോഡി. അതായത് ജനറൽ ബോഡിയോ ബോർഡ് ഓഫ് മീറ്റിംഗോ അല്ലെങ്കിൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ ബൈലോ പ്രകാരം രൂപീകരിച്ച കമ്മിറ്റിയോ പറയുന്ന പോളിസീസും പ്രോഗ്രാംസും ഒക്കെ നടപ്പിലാക്കുക. ആൻഡ് ടു സൈൻ ഓൾ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ഓഫ് ദ സൊസൈറ്റി വിത്ത് ബാങ്ക്സ് ഇൻ അക്കോർഡൻസ് വിത്ത് റെസൊല്യൂഷൻ ഓഫ് ദ എക്സിക്യൂട്ടീവ് കമ്മിറ്റി. ഓക്കെ, അതായത് ബാങ്ക് സൊസൈറ്റിക്ക് ഉള്ള ഡെപ്പോസിറ്റ് കാര്യങ്ങൾ അതിലൊക്കെ ഇടപെട്ട് അത് കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി അതിൽ സൈൻ ചെയ്യുക. ഇതൊക്കെ CEOൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്രട്ടറി ആണ്. ഒരു സെക്രട്ടറി, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സെക്രട്ടറി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് സെക്രട്ടറി പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ്, ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ മീറ്റിങ്ങുകളും കമ്മിറ്റി മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക, മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. ആൻഡ് കമ്മിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ടു ബി പ്രസൻറ്റ് ദ ഓഫീസ് ഡ്യൂറിങ് ദ അവേഴ്സ്, അതായത് ബിസിനസ് സമയത്ത് കമ്മിറ്റി ഫിക്സ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ സമയത്ത് ബിസിനസ് നടക്കുന്ന, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ് നടക്കുന്ന സമയത്ത് ഓഫീസിൽ ഉണ്ടാവണം ഒരു സെക്രട്ടറി. ആൻഡ് ടു റെക്കോർഡ് ദ ഹോൾ ഓഫ് ദ ട്രാൻസാക്ഷൻസ്, ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും ബുക്സും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് സൊസൈറ്റിക്ക് പകരം കറസ്പോണ്ടൻസ്, അതായത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതാക്കുക. ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുക. എല്ലാ ഡോക്യുമെൻറ്റ്സ്, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, ബുക്സ്, വൗച്ചേഴ്സ്, പേയ്മെൻറ്റ്സ് ആൻഡ് റെസിപ്റ്റ്സ്, ഇതൊക്കെ സൊസൈറ്റിയിൽ പകരം കണ്ടക്ട് ചെയ്യേണ്ടത്
കണ്ടക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു സെക്രട്ടറിയാണ്. അതുമാതിരി തന്നെ ലോണുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുക ആൻഡ് മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ അവരുടെ ഒപ്പോടു കൂടി എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുക. ലോൺ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റേഷൻ ആൻഡ് കമ്മിറ്റിയുടെ അതോറിറ്റിയോട് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു സെക്രട്ടറിയുടെ ഫംഗ്ഷൻ. ഇതിന് പുറമെ ടു റിസീവ് എല്ലാം മണി, അതായത് സൊസൈറ്റിക്ക് കിട്ടാനുള്ള പൈസയൊക്കെ പിരിച്ചെടുക്കുക, അത് കൃത്യമായിട്ട് റെസിപ്റ്റ് ബുക്കിൽ എഴുതി വെക്കുക, അതിൽ നിന്നും കിട്ടി എന്ന് പറഞ്ഞ സിഗ്നേച്ചർ ഉറപ്പ് വരുത്തുക. അതേപോലെ പണം കളക്ട് ചെയ്ത് പണം സൊസൈറ്റിക്ക് പകരം സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ആൻഡ് എക്സസ് ഓഫ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് പ്രിസ്ക്രൈബ്ഡ് ബുക്കിൽ അത് എഴുതി വെക്കുക. ആൻഡ് ടു കീപ്പ് സെപ്പറേറ്റ് ഓൾ മണി ബിലോങ്ങിങ്, സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് മിക്സ് ചെയ്യാതെ കൃത്യമായി വെക്കുക. ആവശ്യമുള്ള സമയത്ത് അത് കമ്മിറ്റിക്ക് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് സൊസൈറ്റിക്ക് പകരം ആ പണം കയ്യിൽ വെക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയും സേഫ്റ്റിയോടുകൂടി വെക്കേണ്ടതാണ്. ആൻഡ് ടു മേക്ക് പേയ്മെൻറ്റ് ഓതറൈസ്ഡ്, കമ്മിറ്റി പറയുന്ന പേയ്മെൻറ്റുകൾ നടത്തുക. പേയിൻ്റെ സിഗ്നേച്ചർ വാങ്ങി പേയ്മെൻറ്റ് ബുക്കിൽ അത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു സെക്രട്ടറിൻ്റെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്നുള്ള മൊഡ്യൂളിനകത്ത് വരുന്നത്. അതായത് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് എന്ന ഒരു രജിസ്റ്റേർഡ് കോപ്പറേറ്റീവിൻ്റെ മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളും, അതേപോലെ ജനറൽ ബോഡി മീറ്റിംഗ് തുടങ്ങി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തുടങ്ങി CEO, സെക്രട്ടറി, ചെയർമാൻ, ഇവരെ ഓരോരുത്തരുടെയും ഫംഗ്ഷൻ എന്താണ്, അവരുടെ പവർ എന്താണ് എന്നുള്ള റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നെക്സ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കോർപ്പറേഷനിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ പഠിക്കുന്ന സമയത്ത് അതിലൊരു പ്രിൻസിപ്പിളാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന് ഇത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്? അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ യൂണിവേഴ്സലി എല്ലാവരും അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ വളർച്ച. അതിൻ്റെ എല്ലാ മുഖങ്ങളിലുള്ള അതിൻ്റെ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അതിൻ്റെ മെമ്പേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് കോർപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾ എന്നുള്ളത് അതിൻ്റെ മെമ്പേഴ്സിന് അതിനുള്ള നോളേജ് ഉണ്ടാവണം. അതെങ്ങനെ പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ പ്രാക്ടിക്കൽ നോളേജ് കൂടി മെമ്പേഴ്സിന് അത്യാവശ്യമാണ്. അതാണ് ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിൻ്റെ വിജയം എന്നുള്ളത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ആൻഡ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളും പരസ്പരം കോറിലേറ്റഡും ഇൻ്റർഡിപ്പെൻഡൻറ്റുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ പോലും അതെന്താണ് പോസിബിൾ അല്ല. ഓക്കെ, അതായത് രണ്ടും ഒപ്പം നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ നമ്മുടെ മെൻ്റൽ ഫെസിലിറ്റീസ് ആൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, അതേമാതിരി തന്നെ നോളേജ് ഇൻക്രീസ് ചെയ്യുന്നു. പക്ഷേ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽ, ഓരോ വ്യക്തിയുടെയും സ്കില്ലും ആ സ്കില്ലിനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ, എഡ്യൂക്കേഷൻ അപ്ലിക്കേഷൻ ലെവലാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ നമ്മുടെ ഇൻ്റലക്റ്റിനെ ബ്രോഡൺ ചെയ്ത് ഇൻ്റലക്റ്റിനെ ഷാർപ്പൺ ചെയ്ത് വിഷൻ നമ്മുടെ കാഴ്ചപ്പാടിനെ ബ്രോഡൺ ചെയ്യുന്നു, നമുക്കൊരു ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്യുന്നുവെങ്കിൽ അതിനൊരു പ്രാക്ടിക്കൽ ഷേപ്പ് കൊടുക്കുന്ന കാര്യമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ മെമ്പേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ബേസിലാണ്. അപ്പോൾ മാത്രമേ നമുക്ക് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും ബിസിനസ്സിൻ്റെ വഴിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടും പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവിന് അത്യാവശ്യമാണ്. ആൻഡ് ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പലരും പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ചില കോപ്പറേറ്റീവ്സ് പറഞ്ഞത് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്കണോമിക് പ്രോഗ്രാം എംപ്ലോയിങ് എഡ്യൂക്കേഷൻ ആക്ഷൻ, അതായത് വളരെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു ആക്ഷൻ ആവശ്യമുള്ള ഒരു സാമ്പത്തിക ഇടപാടാണ് കോർപ്പറേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമാണ് കോർപ്പറേഷൻ എന്നാണ് ചിലവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മറ്റു ചിലർ പറഞ്ഞിട്ടുള്ളത് അതൊരു വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രോഗ്രാമാണ്, എന്തുണ്ട് എക്കണോമിക്കൽ ആക്ഷൻ കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചിലർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ വേറൊരു രീതിയിൽ പറയണമെങ്കിൽ ചിലർ പറഞ്ഞിട്ടുള്ളത് ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ വെറുതെ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിനു മുൻപ് ആ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളെക്കുറിച്ച് അറിയുന്ന കോപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ്
ആൻഡ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഇനി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ, അതായത് അതിൻ്റെ വെരി ബിഗിനിങ് നമ്മുടെ റോഷഡേൽ പയോനീഴ്സ് തൊട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതൊരു വേ ഓഫ് ഡൂയിങ് ബിസിനസ് ആയിട്ടാണ് വന്നത്. അതൊരു എക്കണോമിക് പ്രോഗ്രാം ആയിട്ടാണ് വന്നതെങ്കിൽ പോലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് അണ്ടർ പ്രിവിലേജ്ഡ് ആൻഡ് അണ്ടർ ക്ലാസിഫൈഡ് ആയിട്ടുള്ള സൊസൈറ്റീസിന് ബിലോങ് ചെയ്യുന്ന ആളുകളുടെ വെൽബീയിങ്. ഓക്കെ, അതായത് ഈ അവർക്ക് വളരെ താഴേക്കിടയിൽ കിടക്കുന്ന ജനങ്ങളുടെ ഉന്നമനം, അതാണ് ലക്ഷ്യം വെച്ചിട്ടാണ് എല്ലാ കോപ്പറേറ്റീവ്സും പ്രവർത്തിക്കുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ എക്കണോമിക് ആക്ടിവിറ്റീസിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു ടെക്നിക്കൽ സെൻസിൽ, അതായത് വേ ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് ഫിനോമിന. ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്, പ്രോഫിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് മാറ്റി സർവീസ് എന്നുള്ള കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു വേ ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്കിടയിൽ അതൊരു എന്താ പറയുക, പുതിയ കാര്യമായിരുന്നു. ഓക്കെ, ആൻഡ് സച്ച് നോളേജ് ആൻഡ് ഇൻഫർമേഷൻ ഓഫ് ദിസ് ഫോം ഓഫ് ഡൂയിങ് ബിസിനസ് ആൻഡ് ഇറ്റ്സ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ ഏർലി കോപ്പറേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കൃത്യമായിട്ട് റോഷഡേൽ പയോനീഴ്സ് വളരെ മുൻകൂട്ടി തന്നെ, ഫോർസൈറ്റഡ്ലി, വളരെ മുൻകൂട്ടി തന്നെ അദ്ദേഹത്തെ ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടാണ് അവർ എന്ത് ചെയ്തത്, അവർ ആ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് അവരുടെ പ്രിൻസിപ്പിൾസിൽ ഒരു ഭാഗമാക്കിയത്. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ICAയും ഇത് മനസ്സിലാക്കി. ICA അതിൻ്റെ പ്രിൻസിപ്പിൾസിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുകയും വീണ്ടും റിവൈസ് ചെയ്തപ്പോൾ പോലും ഈ ഒരു കാര്യം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് അവരൊരിക്കലും എടുത്തു മാറ്റിയിട്ടില്ല. അതിനെ സ്ട്രെസ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം. ഓക്കെ, ഇതാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മുടെ നോക്കാൻ പോകുന്നത് ഒറിജിൻ ആൻഡ് ഗ്രോത്ത് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ഹിസ്റ്ററി, ഇന്ത്യയിലുള്ള ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 1904 തന്നെ അതിൻ്റെ തുടക്കം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ സമയത്ത് തന്നെയാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ തുടങ്ങുന്നത്. ആ സമയത്ത് ഫെഡറിക് നിക്കോൾസൺ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ ആ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എൻലൈറ്റൻഡ് മെമ്പർഷിപ്പ് എന്നായിരുന്നു ഒരു ടേം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എഫേർട്ട് തുടങ്ങുന്നത് 1914 ഈ ഒരു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് പഠിക്കാൻ അതിനുവേണ്ടി മാത്രമല്ല വേറെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു കമ്മിറ്റി ആയിരുന്നു എഡ്വേർഡ് മാക്ലഗൻ കമ്മിറ്റി. ഓക്കെ, ഈ എഡ്വേർഡ് മാക്ലഗൻ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള റെക്കമെൻഡേഷൻസിനൊപ്പം തന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇമ്പോർട്ടൻസ് കൊടുക്കാനും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള റെക്കമെൻഡേഷൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ കുറവ് കൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തന്നെ ഒരു കൺഫ്യൂഷനായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടാണ് ആ കമ്മിറ്റിയും വീണ്ടും പറഞ്ഞത് ഇത് തന്നെയാണ്, ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്നാണ് പറഞ്ഞത്. ആൻഡ് നെക്സ്റ്റ് ഒരു ഓർഗനൈസ്ഡ് എഫേർട്ട് എന്ന് പറയുന്നത് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ 1928 അവരും കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. ആൻഡ് അവർ പറഞ്ഞത് സ്കൂളുകളിലും കോളേജുകളിലും കോപ്പറേഷൻ ഒരു സബ്ജക്റ്റായി പഠിപ്പിക്കണം എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് അത് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് മെയിനായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ള 1935 കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന മാൽക്കം ഡാർലിങ്ങിൻ്റെ കമ്മിറ്റിയാണ്. ഓക്കെ, ആ കമ്മിറ്റി ചെയർമാന് സർ മാൽക്കം ഡാർലിംഗ് ആയിരുന്നു. ആ കമ്മിറ്റി വന്നിട്ട് ഇതിനെക്കുറിച്ച്, അതായത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വന്ന ആദ്യത്തെ കമ്മിറ്റിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് അതിൽ വന്നിട്ട് ഇതിനെക്കുറിച്ച് വേണ്ടി മാത്രം പഠിക്കാൻ, അതിൽ അദ്ദേഹത്തിൻ്റെ ഈ മാൽക്കം ഡാർലിങ്ങിൻ്റെ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ട്രെയിനേഴ്സ്, അതായത് കോപ്പറേഷൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണലിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സിലുള്ള ഓർഡിനറി മെമ്പേഴ്സിനും കമ്മിറ്റി മെമ്പേഴ്സിനും ഒക്കെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിന് ശേഷം
ഇതായിരുന്നു നമ്മൾ പറഞ്ഞ പോലെ ആദ്യത്തെ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് 1935 സർ മാൽക്കം ഡാർലിംഗ് കമ്മിറ്റി. ആൻഡ് ഈ കമ്മിറ്റി ഓൾസോ സജസ്റ്റ് ചെയ്തത് ഈ സ്കീം ഇപ്പം പറഞ്ഞ ഈ 3 സ്റ്റെപ്പ് സ്കീം എന്ന് പറയുന്നത് ഫിനാൻസ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സും രണ്ടുപേരും ജോയിന്റ്ലി ഫിനാൻസ് ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. ആൻഡ് നെക്സ്റ്റ് 1946 കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി അഥവാ സരയ്യ കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുകയുണ്ടായി. ആ കമ്മിറ്റിയിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ ഇതുവരെ എന്താണ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത്. പക്ഷെ ആ കമ്മിറ്റി എന്താണ് കണ്ടെത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇന്ത്യയിലത്തെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിൽ അവർ എന്തായിരുന്നില്ല, സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് കോപ്പറേറ്റീവ് കോളേജുകൾ അതേമാതിരി തന്നെ കോപ്പറേഷൻ സ്കൂളുകളിലും കോളേജുകളിലും പ്രത്യേകം പഠിപ്പിക്കണം, അതിന് പുറമെ കോപ്പറേറ്റീവ് കോളേജുകൾ ഓപ്പൺ ചെയ്യണം എന്നായിരുന്നു സരയ്യ കമ്മിറ്റി പറഞ്ഞത്. ആൻഡ് ആ കമ്മിറ്റി ഓൾസോ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോപ്പറേഷൻ എന്നുള്ള സബ്ജക്റ്റിന്മേൽ റിസർച്ച് കണ്ടക്ട് ചെയ്യണം, ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി കണ്ടക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിന് ശേഷം എന്ന് പറയുന്നത് 1953 ഒരു നാഷണൽ ലെവൽ കമ്മിറ്റി 1953 ഒരു നാഷണൽ ലെവൽ കമ്മിറ്റി ഉണ്ടായി, സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് 1953 ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ആൻഡ് അതിന് പുറമെ 1951 AICSE കമ്മിറ്റി, ഓൾ ഇന്ത്യ കോപ്പറേറ്റീവ് സർവേ കമ്മിറ്റി, ആൻഡ് അവരും സ്പെസിഫിക് സ്കീംസ് ആൻഡ് പ്രോഗ്രാമുകൾ കൊണ്ടുവന്നു. ആൻഡ് അവർ വന്നിട്ട് ട്രെയിനീസിന് 3 കാറ്റഗറി ആയിട്ടായിരുന്നു ചെയ്തത്, ഹയർ, ഇന്റർമീഡിയറ്റ് ആൻഡ് സബോർഡിനേറ്റ് ട്രെയിനീസ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് പൂനെയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അപ്ഗ്രഡേഷൻ സ്ഥാപിതമായി. പിന്നെ റീജിയണൽ ട്രെയിനിങ് സെന്റേഴ്സ്, കോപ്പറേറ്റീവ് ട്രെയിനിങ് സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയുണ്ടായി. ആൻഡ് സബോർഡിനേറ്റ്സിന് വേണ്ടി ട്രെയിനിങ് സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ നോൺ ഒഫീഷ്യൽ കോപ്പറേറ്റീവ്സിനുള്ള ട്രെയിനിങ്ങും ഈ സമയത്ത് കൊണ്ടുവരികയുണ്ടായി. ആൻഡ് 1960 SD മിശ്ര കമ്മിറ്റി ഒരു നാഷണൽ ലെവൽ കോൺഫറൻസ്, കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സിന്റെ കോൺഫറൻസ് ഓഫ് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സിൽ ഈ ഒരു റിപ്പോർട്ട്, മിശ്ര കമ്മിറ്റിന്റെ റിപ്പോർട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. ആൻഡ് അതിൽ പ്രധാനമായിട്ടും വന്ന ഡിസിഷൻസ് ഇതൊക്കെയായിരുന്നു. സെൻട്രൽ കമ്മിറ്റി ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഷുഡ് ബി പ്ലേസ്ഡ് ബൈ ദ നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഓക്കെ, അങ്ങനെ ഒരു കമ്മിറ്റി ഇത് വരണം എന്നായിരുന്നു. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് റീജിയണൽ സെന്റേഴ്സ്, അതിന്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആൻഡ് സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്റേഴ്സും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആൻഡ് PG കോഴ്സുകളിൽ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആക്കി മാറ്റണം എന്നുള്ള ഒരു ഡിസിഷൻ കൂടി ആ ഒരു കമ്മിറ്റിയിൽ എടുക്കുകയുണ്ടായി. ഇപ്പോഴും അത് തുടർന്ന് വരുന്നുണ്ട്. കോപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് അതുകൊണ്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇതിന് പുറമെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിലെ എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ പ്രത്യേകമായിട്ടൊരു ഫണ്ട് രൂപീകരിക്കണം എന്നുണ്ടായി. ആൻഡ് NCUAന്റെ ഡോക്ടർ MS സ്വാമിനാഥൻ ചെയർമാനായ NCUAന്റെ ഇതിൽ കൺസൾട്ടേഷനിൽ വന്നൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് 1973 ഇപ്പോഴത്തെ സ്ട്രക്ചറിന്റെ അഡിക്വസി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടായി. ആൻഡ് അതിലെ കമ്മിറ്റിയിൽ ഇതൊക്കെയായിരുന്നു പറഞ്ഞത്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും സെപ്പറേറ്റ് ചെയ്യണം. നാഷണൽ ബോർഡ് ഫോർ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആയിട്ട് മാറ്റണം എന്നായിരുന്നു പറഞ്ഞത്. അതായത് എഡ്യൂക്കേഷൻ വേറെ, ട്രെയിനിങ് വേറെ സെപ്പറേറ്റ് ചെയ്യണം എന്നായിരുന്നു ആവശ്യം. അടുത്തതെന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ്, അതായത് NCCT. ഈ NCCT എന്ന് പറയുന്ന സ്ഥാപനം കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന് വേണ്ടി സ്വാമിനാഥൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് 1973 സ്വാമിനാഥൻ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുകയും അതിന്റെ ഫലമായി 1976 സ്ഥാപിതമാവുകയും ചെയ്ത ഒരു സ്ഥാപനമാണ് NCCT എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ തന്നെയുണ്ട് കോപ്പറേറ്റീവ് ട്രെയിനിങ്, അതാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ആൻഡ് ഇതിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ നിന്നും, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻസിൽ നിന്നും, NCERTയിൽ നിന്നും, UGCയിൽ നിന്നും, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് ആൻഡ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നിന്നുള്ള റെപ്രസെന്റേഷൻസ് ഉണ്ട്. ഇവരൊക്കെയാണ് ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ NCUI ഇല്ലേ, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ പ്രസിഡൻ്റാണ് ഈ NCCTൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ആൻഡ് NCUIൻ്റെ ചീഫ് എക്സിക്യൂട്ടീവാണ് NCCTൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ പറയുന്നത് പോലെ ഇതിൻ്റെ മെയിനായിട്ടുള്ള എയിം അല്ലെങ്കിൽ എന്തിനാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ട്രെയിനിങ്, രാജ്യത്തുടനീളമുള്ള കോപ്പറേറ്റീവ് ട്രെയിനിങ്
പ്രോഗ്രാമുകളെ പ്ലാൻ ചെയ്യാനും അതിനെ കോർഡിനേറ്റ് ചെയ്യാനും വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാനേജറിയൽ സ്ട്രക്ചറിനെ സ്ട്രെങ്തൻ ചെയ്യുക, കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. അതായത് ഒരു കോപ്പറേറ്റീവ് എന്ന് പറയുന്ന ഫോം ഓഫ് ഓർഗനൈസേഷൻ ശക്തമാവണമെങ്കിൽ അതിന്റെ മാനേജറിയൽ സ്ട്രക്ചർ എന്തായിരിക്കണം? ശക്തമാവണം. അപ്പൊ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അവർക്ക് വേണ്ട മാനേജറിയൽ സ്ട്രക്ചറിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുക ത്രൂ ബൈ ഗിവിംഗ് ട്രെയിനിങ് ടു ദ എംപ്ലോയീസ് ഓഫ് മാനേജറിയൽ കേഡർ. അതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ആൻഡ് രണ്ടാമത്തത് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് പ്രൊഫഷണലൈസേഷൻ ബൈ ഇംപ്രൂവിങ് സ്കിൽ ആൻഡ് നോളജ്. ഓക്കെ, അതായത് ഒരു പ്രൊഫഷണൽ അപ്രോച്ച്. കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് അതിൻ്റെ അപ്രോച്ചിൽ ഒരു പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവരാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സ്കില്ലും നോളജും വർദ്ധിപ്പിക്കുക. ആൻഡ് നെക്സ്റ്റ് NCCTന്റെ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബ്രിങ് ഔട്ട് എ മാനേജറിയൽ കാഡർ ക്യാപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് ദ കോപ്പറേറ്റീവ് ആസ് ദ മോഡേൺ ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു മോഡേൺ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് കോപ്പറേറ്റീവ് സ്ഥാപനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ പ്രവർത്തിക്കുന്ന മാനേജറിയൽ കാഡറിനെ പര്യാപ്തമാക്കുക എന്നുള്ളതാണ് NCCTന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ളതും അതേമാതിരി ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള നീഡ് ബേസ്ഡ് പ്രോഗ്രാംസും എല്ലാ സെക്ടേഴ്സ് ഓഫ് എംപ്ലോയീസ്, കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സെക്ടേഴ്സ് ഓഫ് എംപ്ലോയീസിലും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർക്ക് ട്രെയിനിങ്, ടെക്നോളജിയിലും കാര്യങ്ങളിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട്. ഓക്കെ, ആൻഡ് NCCT പ്രവർത്തിക്കുന്നത് ഒരു 3 ടയർ സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതിന്റെ ഇതെന്ന് പറയുന്നത് സ്ട്രക്ചർ, ആ 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. വാംനികോം, വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. ഓക്കെ, അതാണ് അപ്പെക്സ് ലെവൽ, ഏറ്റവും ഹയസ്റ്റ് NCCT അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന് ഏറ്റവും അപ്പെക്സ് ലെവലിൽ നിൽക്കുന്ന സ്ഥാപനമാണ് വാംനികോം. ആൻഡ് നെക്സ്റ്റ് ICM, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്, അതായത് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോളേജുകൾ പോലുള്ള മിഡിൽ ലെവലിലുള്ള സ്ഥാപനങ്ങൾ. ആൻഡ് ഏറ്റവും താഴെയുള്ള ലെവലിലുള്ളതാണ് സബോർഡിനേറ്റ് ഓർ ജൂനിയർ ട്രെയിനിങ് സെന്റേഴ്സ്. ഓക്കെ, അതായത് ഈ JDC HDC കോഴ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഏറ്റവും ലോവർ ലെവലിലുള്ളത്. ഓക്കെ, ഈ 3 ടയർ സിസ്റ്റമാണ് NCCTക്ക് ഉള്ളത്. അടുത്തതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 3 ടയർ സിസ്റ്റമാണ് NCCTക്ക് പറഞ്ഞത്. അതിൽ ആദ്യത്തെ അപ്പെക്സ് ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വൈകുണ്ഠ മേത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. ഇതിൽ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പൂനെയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. VL മേത്ത ആൻഡ് ജോഷിയാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ ആദ്യമായി ബോംബെയിൽ 1918 ഫസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. ഇതിനെ പ്രൊവിഷണൽ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് പറഞ്ഞിരുന്നത്. VL മേത്ത അന്നത്തെ സമയത്ത് ബോംബെ പ്രോവിൻസിന്റെ കോർപ്പറേഷന്റെ മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് 1947 ഈ ഒരു ട്രെയിനിങ് സെന്റർ സെറ്റപ്പ് ചെയ്യുന്നത്. ആൻഡ് 1952 ഇവിടെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കോഴ്സസ് കൊണ്ടുവരികയുണ്ടായി. 1963 പൂനെ സെന്റർ നാഷണൽ കോപ്പറേറ്റീവ് കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി. അതിന് പുറമെ ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഫോർ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന മറ്റൊരു സെന്റർ സെറ്റപ്പ് ചെയ്യുകയും ചെയ്തു. ഈ 2 സെന്ററും കൂടെ അമാൽഗമേറ്റ് അല്ലെങ്കിൽ മേർജ് ചെയ്യുന്നത് 1966 ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് നമ്മൾ വൈകുണ്ഠ മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് വാംനികോം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നെക്സ്റ്റ് ICM, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. ഇത് NCCTക്ക് കീഴിൽ വരുന്ന മിഡിൽ ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് വന്നിട്ട് മിഡിൽ ലെവൽ പേഴ്സണൽ, കോപ്പറേറ്റീവ്സിലുള്ള മിഡിൽ ലെവലിൽ പ്രവർത്തിക്കുന്ന പേഴ്സണലിനും അതേപോലെ ഗവൺമെൻറ് ഓഫീസേഴ്സിനുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ് ആണ് ഉള്ളത്. 191 ICMs ആണ് ഇന്ത്യയിലുള്ളത്. അതിൽ 2 കേരളത്തിൽ, കണ്ണൂരും ട്രിവാൻഡ്രത്തിലും. ഇവർ കോപ്പറേറ്റീവ് ബാങ്കിങ്ങിന് മേലൊക്കെ സ്പെഷ്യൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കിങ്, കൺസ്യൂമർ ഇൻഡസ്ട്രിയൽ, ഹാൻഡ്ലൂം, കൊയർ, ഡയറി, ഫിഷറീസ് എന്നീ മേഖലകളിലൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ട്രെയിനിങ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഈ മേഖലകളിലുള്ള കോപ്പറേറ്റീവ്സിന്.
അടുത്തതെന്ന് പറയുന്നത് സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സ് അഥവാ ജൂനിയർ ട്രെയിനിങ് സെൻറ്റർ, ഏറ്റവും ലോവസ്റ്റ് ലെവലിലുള്ള താഴെ ഏറ്റവും ലോവർ ലെവൽ പേഴ്സണലിനുള്ള ട്രെയിനിങ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. പക്ഷേ ഇതിൻ്റെ കറിക്കുലം ട്രെയിനിങ്ങിനുള്ള കാര്യങ്ങൾ അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് NCCT തന്നെയാണ്. 93 JTCs ആണ്, ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ 9 സെൻറ്ററുകളാണ് കേരളത്തിലുള്ളത്. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ NCUI ആണ്, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡിയാണ്.